ദൈവത്തിന്റെ ആത്മാവാണ് ഈ ശരീരത്തിന് ജീവൻ കൊടുക്കുന്നത്. നമ്മൾ ചെന്ന ചോറ് കൂട്ടാനല്ല, നമ്മൾ തിന്നു തിന്ന് ആത്മാവ് വളരില്ല, തിന്ന് ശരീരം വളരും. ആത്മാവിനെ തന്നിടണേ, നീയൻ ആശ്വാസമായി വന്നിടണേ. യേശുവിന്റെ ജീവിതം ഞാൻ നമ്മുടെ നേരത്തെ ചോദിച്ചു, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്? യേശു ക്രിസ്തുവോട് ചോദിച്ചു നോക്കും. ഈ ചോദ്യം നമുക്ക് യേശുവിനോട് ചോദിക്കാം. ആർക്ക് വേണ്ടിയിട്ട് ജീവിക്കണേ? ആർക്ക് വേണ്ടിയിട്ട് ജീവിക്കണത്? ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ തരാനാണ്. നിങ്ങൾക്ക് എന്റെ ജീവൻ തരാനാണ്. നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ തരാനാണ്. നീ ജീവനൊന്നും തരല്ല, കിഡ്നി പോയാൽ കിഡ്നിയിൽ വന്നാൽ മതി. ആണോ പ്രിയമുള്ളവരെ? ഇതാണ് യേശു ക്രിസ്തു. ഞാൻ വന്നിട്ടുള്ളത് എന്ത് തരാനാ? ജീവൻ തന്നോ? ജീവൻ തന്നോ? അതാണ് കാര്യം. യേശു ക്രിസ്തു പറയുന്നു, അത് ജീവിതം. സുവിശേഷത്തിലെ പ്രിയമുള്ളവരെ, എന്റെ കൽപ്പനകൾ നിങ്ങൾ പാലിച്ചാൽ, എന്റെ വചനം നിങ്ങൾ കേട്ടാലല്ല. വചനം കേൾക്കുന്ന ആൾക്കാരെ നിർമ്മതറിയും. ഒരിക്കലേ ഒരാൾ മരിച്ചിട്ട് സ്വർഗത്തിലെത്തി. അപ്പൊ സ്വർഗത്തിൽ ഈ ടിപ്പു സുൽത്താന്റെ കോട്ടയൊക്കെ കാണാൻ ആൾക്കാർ ഗൈഡ് നിൽക്കണ പോലെ അവിടെ ഗൈഡുകൾ കിട്ടാം. നിങ്ങൾ ചോദിക്കും അച്ഛൻ പോയോ എന്നുള്ള കാര്യം പറയണേ. ഞാൻ പോയിട്ടില്ല, സമ്മതിച്ചു. അതായത് പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോ ഗൈഡ് വരും. സ്വർഗം കാണാമല്ലോ. അതെ, അങ്ങനെ നമ്മളെ സ്വർഗം കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ വലിയൊരു ഹോള്, സ്വർഗത്തിൽ ആദ്യത്തെ വലിയൊരു ഹോളാണ്. ആ ഹോള് ചുമരുകളൊക്കെ ഉണ്ട്. ആ ചുമരുകൾ നിറച്ച് ആണി നിറച്ച് വെച്ചു. ഈ ആണിയമ നിറച്ച് ഈ ചെവിയുടെ ചെവി മനുഷ്യന്റെ ചെവി അത് കംപ്ലീറ്റ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക ചെവി. അപ്പൊ ഈ സ്വർഗം കാണാമെന്ന ആളുകൾ ആ ഗൈഡിന്റെ ചെവിയുടെ വല്ല ഹോൾസെയിൽ ബിസിനസ്സിലൂടെ സ്വർഗത്തിൽ ചെവി. അപ്പൊ ഗൈഡ് പറഞ്ഞു, അത് ദൈവവചനം കേട്ട് മനസ്സാന്തരപ്പെട്ട ചെവികളാണ് ഇതെല്ലാം. ബാക്കിയുള്ള എല്ലാ ഞായറാഴ്ച അച്ഛന്മാരെ പ്രസംഗിക്കും. അപ്പൊ ചെവി ഇങ്ങനെ പിന്നെ മാതാവിന്റെ അപ്പോഴും പ്രസംഗിക്കാം. ചെവി പല പ്രാവശ്യം പറയുന്നുണ്ട്, ത്രേസ്യാമേ നീയൊന്ന് മാനസാന്തരപ്പെടറി, നീയൊന്ന് മാനസാന്തരപ്പെടറി. കുറേ പ്രാവശ്യം ചെയ്തിട്ട് നീയൊന്ന് മാനസാന്തരപ്പെട, ഞാൻ എന്തോരം കേൾക്കാൻ. എന്നിട്ടും അവസാനം ഈ ചെവി എത്ര പറഞ്ഞിട്ടും മാനസാന്തരപ്പെടാണ്ടാവുമ്പോ സ്വർഗത്തിൽ ചെന്നാൽ അങ്ങനെയുള്ള ആൾക്കാരുടെ ചെവി ചെത്തിയിട്ട് അവിടെ തൂക്കും. കാരണം ചെവി പാവം, അതിന് കേൾക്കാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട ചെവികളൊക്കെ അവിടെ രക്ഷപ്പെടും. ബാക്കിയുള്ളതാണ് ആ കാര്യം ഞാൻ പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ആശ്വാസം തോന്നുന്നില്ലേ? ചെവി രക്ഷപ്പെടില്ലേ? അങ്ങനെ ഒരു വചനം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ലേ? അപ്പൊ അതുകൊണ്ട് എന്താ നിങ്ങളുടെ ചെവി തപ്പി നോക്കിക്കോ, സാധനം പിടിക്കോ, നോക്കിക്കോ. ഇതെന്താ ഇത് രക്ഷപ്പെടും? കാരണം എന്തോരം വചന കേൾക്കണം. കേട്ട് 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 ചെവി ചെവി ധരിക്കാറുണ്ടല്ല, ചെവി ധരിച്ചിട്ടുണ്ടാവും. ഒന്നും മാനസാന്തരപ്പെട്ട് നന്നാവില്ല, കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് യാക്കോബിൽ പറഞ്ഞത്, വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകരുത്. പ്രിയമുള്ളവരെ, ഈ വചനം അനുസരിച്ച് മനുഷ്യർ ജീവിച്ചാൽ സമാധാനം നദി പോലെ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ഉണ്ടാകും. ഇത് കേൾക്കൽ മാത്രമുള്ളൂ. എന്തോരം കൺവെൻഷൻസ് നടക്കണമെന്നറിയാം. പ്രസംഗിച്ചത്
പിതാവിലും പിതാവ് എന്നിലുമാണ്. എന്താ അച്ഛനെ പറഞ്ഞിട്ട് പോയത്? ഒരു ബന്ധമാണ്. ബന്ധം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് ഇതുപോലെ ആരോടെങ്കിലും നമുക്ക് ബന്ധമുണ്ടോ? 2 കൊരിന്ത്യർ 13-ാം അധ്യായം 6-ാമത്തെ വചനത്തിലെ 5-ാമത്തെ വചനത്തിൽ പൗലോസ് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ പറയാ? യേശു ക്രിസ്തു നിങ്ങളെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടോ? അത് നമ്മുടെ ഉള്ളിലേക്ക് കയറിയിരിക്കാൻ പറ്റുമോ? യേശുവിനെ എന്താ നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ ഉള്ളിലൊക്കെ കയറിയിരിക്കാൻ പറ്റുമോ? റോസലി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. റോസലി പുസ്തകത്തിൽ നോക്കുമ്പോ ആരെ പോകാൻ കാണാനറിയാം? ജോസഫിന്റെ. കാരണം ജോസഫായിട്ട് ഭയങ്കര സ്നേഹമാണ്. പുസ്തകം തന്നാൽ അപ്പൊ കാണും ആരെ മുഖം. ജോസഫിന്റെ മുഖം എവിടെ? പുസ്തകത്തില്. അതെവിടെ കാണും? പുസ്തകത്തില എവിടെ കാണുന്നത്? അപ്പൊ മനസ്സിലില്ല. അപ്പൊ മനസ്സിൽ കയറിയിരിക്കാം. ഒരാൾ ധ്യാനം കൂടാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് അത് എന്റെ ചോറ് ഭയങ്കര പുസ്തകം. 2 മാസമായി ഞാൻ ധ്യാനം കഴിയുന്നത്, ഇപ്പോഴും മനസ്സിൽ നിന്ന് പോണില്ല. മനസ്സിൽ നിന്ന് പോവാത്ത പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? മനസ്സിൽ നിന്ന് പോണില്ല. ചില കാര്യങ്ങൾ മനസ്സിൽ നിന്ന് പോയില്ല. ചില ആൾക്കാരൊക്കെ മനസ്സിൽ കയറിയിരുന്ന പോകോ? എന്തിനൊന്നും ഇണ്ടാത്ത മനസ്സിലാകില്ലേ? മനസ്സിൽ കയറിയ പോവില്ല. അച്ഛൻ ചോദിച്ചത് എന്താണ് നീ എത്ര മനസ്സിൽ പോകാത്ത? പല പ്രാവശ്യം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അച്ഛാ, അതൊന്നും പോയി കിട്ടട്ടെ. എന്തിനാണ് ധ്യാനത്തിൽ കേട്ട കാര്യം പോവാൻ ആഗ്രഹിക്കണേ? അത് വേണ്ട അച്ഛാ, ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടും അതെന്റെ മനസ്സിൽ നിന്ന് പോണില്ല. എന്തുണ്ടത്? അച്ഛനൊരു പ്രസംഗം പറഞ്ഞത് ഇല്ല, കാര്യം പറയാം. എന്താ മനസ്സിൽ നിന്ന് പോവാത്ത? 2 മാസമായി എത്തോ ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കാര്യം നമ്മുടെ എന്താ മനസ്സിൽ പോവാത്തത്? അവിടെ അച്ഛൻ വന്നൊരു പ്രസംഗം പറഞ്ഞു. ആ കാനായിലെ കല്യാണത്തിന് 6 കല്ലറിൽ നിറച്ച് വീഞ്ഞ് അത് എത്ര പ്രാവശ്യം മറക്കാൻ ആലോചിച്ചിട്ടും മനസ്സിൽ നിന്ന് പോകണില്ല. ആ പല്ല് നിറച്ച് വീഞ്ഞുണ്ടല്ലോ, അതെങ്ങനെ അവിടെ കുടിച്ചു തീർത്താ? 5 ദിവസം ധ്യാനം കൂടിയിട്ട് അവിടെ മനസ്സിൽ നിന്ന് പോവാത്തത് 6 കല്ലറിൽ നിറച്ച് വീഞ്ഞ്. ഇപ്പൊ ഒരുവിധം മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായി. നമ്മുടെ മനസ്സിലേക്ക് കയറാൻ വഴിയുണ്ട്. അതെങ്കിലും ഉറപ്പിച്ചത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ജീവിച്ച് ഇങ്ങനെ പോരാ. ആദ്യം അമ്മ, അപ്പൻ, ഭർത്താവ്, ഭാര്യ, മക്കള്, കുട്ടികള്. ഞങ്ങൾ പോകണ്ട. അപ്പോഴേക്ക് നമ്മൾ പോയിട്ടാവില്ലേ? ഞങ്ങൾ പോകണ്ട. ചരിത്രമൊക്കെ നമ്മളേക്ക് ഇതൊക്കെ ആയിട്ടുണ്ട്. ആദ്യം നമ്മുടെ മനസ്സിൽ കയറും അമ്മ മരിക്കുമ്പോ അമ്മ പോയി. പിന്നെ അപ്പ മരിക്കുമ്പോ അപ്പ മനസ്സ് ഓരോരുത്തരും മനസ്സിൽ കയറി പോവുക. പിന്നെ ഭർത്താവ് പോയി കഴിഞ്ഞു, അയാൾ വേറെ എന്റെ കൂടെ പോയി, അപ്പൊ അത് പോയി. ആദ്യം ഭാര്യ വന്നു, ഭാര്യ വേറെ വഴിക്ക് പോയി, അത് മനസ്സിൽ പോയി. ഓരോരുത്തർ കയറി ഇറക്കി പോവാ. പിന്നെ മക്കൾ കെട്ടിച്ചു വിട്ടപ്പോ അപ്പൊ അവര് ഇറങ്ങിപ്പോയി. അവളിപ്പോ അവരുടെ ഭർത്താവിന്റെ കൂടെ. പിന്നെ കുട്ടികളും അവര് പ്രായം പഠിക്കാൻ പോയി. മനസ്സിലുണ്ട് കുറെ ആൾക്കാര് കയറി ഇറങ്ങി പോവുക. ആദ്യം ഓരോരുത്തർ മനസ്സിൽ കയറും എന്ന് മനസ്സിലായല്ലോ. മനസ്സിലായ ആ ഒരു കുട്ടിയോട് ചോദിച്ചു, ടീച്ചർ ചോദിച്ചു, ക്ലാസ് പഠിപ്പിച്ചിട്ട് ക്ലാസ് കഴിയാതായപ്പോ മനസ്സിലായ കുട്ടികളെ ടീച്ചർ പഠിപ്പിച്ചത്. അപ്പൊ കുട്ടികളെ അതിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു. പഠിച്ചൊന്ന് മാത്രമൊന്ന് പറ. മനസ്സിലായില്ല എന്തെങ്കിലും ഒന്ന് പറ. അപ്പോഴൊക്കെ നിങ്ങൾ ഇരിക്കുന്ന പോലെ ഇരിക്കുക. നിങ്ങളുടെ കുട്ടികളൊന്നും തോന്നുന്നു പറ. മനസ്സിലായോ? ടീച്ചർ പഠിപ്പിച്ചു. കുട്ടി ആകെ എല്ലാവരും നോക്കിയിട്ട് മനസ്സിലായി. ആ അങ്ങനെ പറ. ഇന്ന് കഴിച്ച ടീച്ചർക്ക് ഒരു ഡൗട്ട്, ഇവള് നോള പറഞ്ഞതായാലോ എന്നു. എന്താ ടീച്ചർ മനസ്സിലായല്ലോ? മനസ്സിലായില്ല. എന്താ മനസ്സിലായെന്ന് ഇങ്ങോട്ട് പറ.
നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതെ, എന്താ മനസ്സിലായത് നിങ്ങൾ പറഞ്ഞേ? അപ്പൊ കുട്ടിയാളൊക്കെ അത് നീ മനസ്സിലായി പറഞ്ഞാൽ ഇരുത്തില്ല തന്നെ. നീ മനസ്സിലായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായത് എന്നോട് പറയണം. നുണയല്ലോ, അല്ല നുണയല്ല പറഞ്ഞത്, അങ്ങോട്ടല്ല പറഞ്ഞത്. നീ എന്താ പറഞ്ഞു മനസ്സിലായിട്ട് പറഞ്ഞു. കുട്ടി കുറെ നേരം പറയും എന്തൊരു പറയാനില്ല, ഞാൻ അവൾക്കൊന്നും പറയാനില്ല. കുറെ കൊടുത്തുള്ളൂ എനിക്ക്. അവർ എന്താ മനസ്സിലായത്? മനസ്സിലാവില്ല എന്നാണ് മനസ്സിലായത്. ഈ പറഞ്ഞതൊന്നും മനസ്സിലാവില്ല എന്നാണ് മനസ്സിലായത്. 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ യേശു ക്രിസ്തു ജീവിച്ചു. ഈ ലോകത്തിലെ മനുഷ്യരോട് ഹൃദയം തുറന്ന് സംസാരിച്ചു. എന്റെ പിതാവിന്റെ അടുക്കൽ പറഞ്ഞേട്ടാ, മനസ്സിലായോ? മനസ്സിലായി. ഞാൻ പിതാവിന്റെ മക്കളിലേക്കാണ് പോണത്. മനസ്സിലായോ? അത് മനസ്സിലായില്ല. അതാരാ പറഞ്ഞത്? അതാരാ പറഞ്ഞത്? നിങ്ങളല്ല എന്നെ ദുർപ്പിച്ച് നോക്കണ്ട. പറഞ്ഞില്ലേ എവിടേക്കാ പോണെന്ന് പറയുന്നത്? നിങ്ങൾക്കൊരു വഴി അറിയില്ലെന്ന്. തോമസ് ഇല്ല, അറിയില്ല, അറിയില്ല. ഇവിടേക്ക് പോകുമ്പോ പറയുന്നത് പിതാവിന്റെ മക്കളിലേക്ക്. ഏത് പിതാവ്? എന്ത് പിതാവ്? ആ പിതാവിനെ കാണിച്ചു തരാൻ പറ്റുമോ? ചോദിച്ചത് കർത്താവ് അല്ല. ശരിയല്ല തോമസ് തോന്നുന്നു. അതൊരു കാര്യം പറയട്ടെ. നീ ഇപ്പൊ പറയുന്ന പിതാവിന്റെ മക്കളിലേക്ക് ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇല്ലേ? ഏത് വഴിയത്? തോമാ, ഞാനെന്താ വഴി? ഞാൻ സ്നേഹിച്ച വഴി, ഞാൻ ജീവിച്ച വഴി, ഞാൻ പോകണ വഴിയിലൂടെയാണ്. യേശുവിനെ പോലെയാകണം, എനിക്ക് യേശുവിനെ പോലെയാകണം. നാടുനീളെ പോയതാകണം, യേശുവിനെ പോലെയാകണം, യേശുവിനെ പോലെയാകണം. ഈ ലോകത്തിൽ യേശു വന്നത് എന്തിനാണെന്നറിയാം? നഷ്ടപ്പെട്ടു പോയതൊക്കെ നമുക്ക് തിരിച്ചു തരാനാണ്. നമുക്ക് എന്താ നഷ്ടപ്പെട്ടു പോയെന്നറിയോ? ദൈവമാരാണെന്ന് നമുക്കറിയില്ല. ഇവിടെ അച്ഛൻ എന്താ വായിച്ചെന്നറിയോ? ഓർമ്മയില്ല. പച്ചോട് വായിച്ചത് ഓർമ്മയില്ല. ആകാശമേ കേൾക്ക്, ഭൂമിയെ ചെറിതരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. കാളവന്റെ ഉടയവനേ, കഴുതന്റെ ഇടവാനേ, ഉൾത്തൊഴുത് അറിയുന്നല്ലോ, എൻ ജനം അറിയുന്നില്ല. പ്രിയമുള്ളവരെ, ഒക്കെ എത്ര പ്രാവശ്യം നമ്മൾ പാടിയിട്ടുണ്ട്. ഈ പാട്ട് വീട്ടിലിരുന്നിട്ട് ത്രേസ്യാം എന്ന് പാടുന്നു. അറിയാം, അവരോട് മത്സരിക്കുന്നു. ത്രേസ്യാം ഇത് പാടുന്നത്. പിള്ളേരെ മത്സരിക്കുന്നു പിള്ളേരുടെ കയ്യിൽ ഗ്യാസ് കുറ്റിയാണെന്ന് കർത്താവേ. ഗ്യാസ് കുറ്റി മത്സരിക്കും കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഗ്യാസ് കുറ്റിയാണ്. എന്തിനാ അടിക്കാൻ? എന്തിന്? അമ്മേനെ എന്തിന്? സ്വത്തിന്. ഈ ഭൂമിയിലെ ആകെ കുറച്ച് നാളത്തെ ജീവിതമുള്ള അതിൻ്റെ ഇടയിൽ നമ്മുടെ സമയം വരുമ്പോ അത് വരും. ഏത്? നിങ്ങൾ ഈ മാളിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാറില്ലേ? അവിടെ ചെല്ലുമ്പോ നിങ്ങൾ ഓരോ സാധനം എടുത്തിട്ട് ഇങ്ങനെ മറച്ചു നോക്കും. എന്നിട്ട് നോക്കാതെ അല്ലേ? അവനെ നോക്കി. എന്നാലും നിങ്ങൾ മറച്ചു നോക്കും. എന്താ എന്താ എന്ത് ഡേറ്റ്? 2021 പൊടിക്കാതിലുള്ള ഓരോ സാധനങ്ങൾ വെച്ചത്. ഇതൊക്കെ എടുക്കില്ല. ഈ മാലിന്യ സാധനങ്ങൾക്ക് മാത്രമല്ല, ഈ കസേരയിലിരിക്കുന്ന എല്ലാവരുടെ മേലും
എക്സ്പയറി ഡേറ്റ് അടിച്ചിട്ടുണ്ടെന്നുള്ളതിന് ഇതിനാൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇതിലൊക്കെ എക്സ്പയറി ഡേറ്റ് അടിച്ചിട്ടുണ്ട്. ആ ടൈം അങ്ങനെ എഴുതി വരിക ഇംഗ്ലീഷിൽ. ഇന്നലെ രാത്രി പോയി കുളിക്കുമ്പോ കമ്പനിയൊന്നും തപ്പി പഠിച്ചു. തലയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, തലയിൽ എഴുതി വെച്ചിട്ടതൊക്കെ പറയണത്. പ്രിയമുള്ളവരെ, കുറച്ച് നാളെ ഈ ലോകം ചുരുങ്ങിയ കാലം മാത്രം. ജോബിന്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചാൽ മതി. ചുരുങ്ങിയ കാലം മാത്രമാണ് ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ളത്. ചുരുങ്ങിയ കാലം. പിന്നെ എന്തിനാ നമ്മളിതൊക്കെ കാട്ടുന്നത്? എന്റെ എന്റെ ആവശ്യക്കുട്ടിയെ, നീ മരിച്ചു പോയാൽ ഈ ലോകത്തിൽ നിന്റെ ഭർത്താവോ ഭാര്യയോ മക്കളോ ആരും കുറച്ച് നാളുകളൊക്കെ അറിയോ? ഈ ലോകത്തിന്റെ നല്ല നീ. സത്യമായിട്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിന്റെ നല്ല. യേശുക്രിസ്തു അത് പറയാനാ വന്നത്. നിങ്ങൾ കാണിക്കുന്ന ആട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ ഈ ലോകത്തിൽ 10, 200, 300, 400, 1000 വർഷം. എടി മോളെ, നീ ഈ ലോകത്തിൻ്റെതല്ല. കുറച്ച് നാള് നീ ഔസേപ്പുട്ടിയുടെ ഭാര്യ. ഔസേപ്പുട്ടി മരിച്ചു പോയപ്പോ വർഗീസ് കുട്ടിയുടെ ഭാര്യ. വർഗീസ് കുട്ടി മരിച്ചാല് ലോകത്തിന്റെ ഭാര്യ. ഇനി വേണോ? വേണ്ട, 3 മതി. ഇത്രയുള്ളൂ. നീയേ നിന്റെ വിചാരം നിന്റെ മരണത്തിന്റെ ഭർത്താവിന്റെ കൂടെ ഉണ്ടാവില്ല. സാറാ ഇവിടത്തെ സാറയല്ല, ബൈബിളിൽ തോബിയാസിന്റെ ഭാര്യ സാറാ. 7 ആദ്യ രാത്രി തന്നെ ഭർത്താവ് മരിച്ചു. ആദ്യം ഔസേപ്പുട്ടി, പിന്നെ തോമാസുട്ടി, പിന്നെ മത്തായിക്കുട്ടി, പിന്നെ എന്തോരം തരത്ത് കെട്ടിയത്. നീ അവരുടെ ഒന്നല്ല. നീ ലോകത്തിൻ്റെതല്ല. സത്യമാണ് പ്രിയമുള്ളവർ, ഈ ലോകത്തിന്റെ. ഞാൻ അച്ഛനായപ്പോ എന്റെ അമ്മ പള്ളിക്കൊക്കെ വരുമ്പോ ആൾക്കാരൊക്കെ എന്റെ മോനെ ഇപ്പൊ അമ്മ പറയുന്നില്ല. വയ്യാണ്ടായില്ല നമ്മൾ വിചാരിച്ചിട്ടാണ്. 22 വർഷമായി മരിച്ചു പോയിട്ട്. ഇപ്പൊ ഞാൻ ആരുടെ മോനെ? അമ്മയുടെ മോനെ. റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേ. ഈ ലോകത്തിൽ നിനക്ക് അമ്മയെ തന്നത്, അപ്പനെ തന്നത്, ഭാര്യയെ തന്നത്, ഭർത്താവിനെ തന്നത്, മക്കളെ തന്നത് ഈ ലോകമല്ല. നിയമസഭ പാസാക്കിയിട്ട് തന്നതല്ല നിനക്ക്. ദൈവം കനിഞ്ഞു നൽകിയ ദാനമാണ്. ദൈവം കനിഞ്ഞു നൽകിയത്. നീ ഉണ്ടാക്കുന്നതല്ല. നീ ഉണ്ടാക്കുന്ന കുറച്ച് കച്ചവടം നടത്തിയിട്ട് ബാങ്കിലാണ് കുറച്ച് കാശ്. അതിനൊക്കെ ഈ ലോകം കൊടുക്കണ വിലയുള്ളോ? പണത്തിനൊന്നും ദൈവം വില കൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഇവിടുന്ന് ഒരു പൊട്ട കാശും കൊണ്ട് അമേരിക്കയിലേക്ക് ചെല്ലും. ഒരു രൂപയും കൊണ്ട് അമേരിക്കയിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾ നമ്മുടെ ഒരു രൂപയും കൊണ്ട് അവിടെ ചവിട്ടുകൊണ്ടിടും. നമ്മുടെ 70 രൂപ കൊടുത്താലേ അവിടത്തെ 1 രൂപ കിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ കുറെ കാശ് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കണ പണം കൊണ്ട് ദൈവസ്ഥലത്തിൽ ചെന്നാൽ നല്ല വിലയില്ല. വിലയില്ല ചേച്ചി, ഒരു വിലയില്ല. നിങ്ങൾ ഇവിടുത്തെ ഒരു 10 ഏക്കർ സ്ഥലം കൊണ്ട് സ്വർഗത്തിൽ ചെന്നാൽ അവിടെ എടുക്കൂ. ആധാരം സൂക്ഷിച്ചു. ആധാരം സൂക്ഷിച്ചില്ലെങ്കിൽ ആധാരെങ്കിലും കൊണ്ടുപോകണം. അവിടെ ആധാരം ചോദിക്കും. ഏതാത്? പ്രിയമുള്ളവരെ, ഈ നമ്മൾ ഈ ലോകത്തിൽ കുറച്ച് കാലമുള്ളോ? കുറച്ച് കാലം കഴിയുമ്പോൾ അത് വരും. എന്താണ്? ഓപ്ഷൻസ് വരും. ഓപ്ഷൻസ് കുറച്ച് കാലം കഴിയും. എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ എ കിഡ്നി കഫേ, ഓപ്ഷൻ ബി ക്യാൻസർ, ഓപ്ഷൻ സി ഹാർട്ട് അറ്റാക്ക്. എന്നിട്ട് മണി പൊട്ടി ഓടിത്തുറക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. കുറെ ആൾക്കാർ ഓപ്ഷൻ എടുത്ത് പോയി. ഇനിയിപ്പോ 4ാമത്തെ ഓപ്ഷൻ കൂടി ഞാൻ വെക്കുന്നുണ്ട്, കോവിഡ്. അത് പിന്നെ ഈ ഓപ്ഷൻ കഴിഞ്ഞ് വരും. ചിലരൊക്കെ ഉണ്ട്. പ്രിയമുള്ളവരെ, ഇന്നല്ലെങ്കിൽ നാളെ. ഇന്നലെയുള്ളോ ഇന്ന് വിടില്ല, ഇനി വരില്ല. സമാധാനം വരില്ല കേട്ടോ. ഇനി വരില്ലോ.
യാത്രക്കാരാ ആര് മുന്നിലതാകും കബറിടമല്ലേ. സഹോദരങ്ങളെ, 33 വയസ്സ് വരെ മാത്രം ജീവിച്ച യേശു ക്രിസ്തു എനിക്ക് 62 എന്റെ പോയി എന്തോരം കാലയിൽ ജീവിക്കും. ജീവിക്കുന്തോറും നമുക്ക് എന്താണ് പ്രിയമുള്ളവരെ കിട്ടുന്നത്? പ്രായമാകുന്നതോറും എന്ത് സമ്പാദിച്ചു കൂട്ടണം പ്രിയമുള്ളവരെ ജീവിതത്തിൽ? നിങ്ങൾ നോക്കിക്കോ, പ്രായമാകുന്നതോറും നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവുന്നത് ശത്രുക്കളാ, മിത്രങ്ങളല്ല. കുട്ടിക്കാലത്തൊക്കെ ധാരാളം ഫ്രണ്ട്സ്, ക്ലാസ്മേറ്റ്സ്, സിനിമയുടെ പേരല്ല, ക്ലാസ്മേറ്റ്സ് ഇഷ്ടപ്രകാരം. പിന്നെ കല്യാണം കഴിയുമ്പോൾ കുറെ മരുമക്കള്, അമ്മായിമ്മമാര്, അവരിവരൊക്കെ. എന്നിട്ട് കാലങ്ങൾ കഴിയുമ്പോഴാണ് എല്ലാം ഏതോ സ്വപ്നവനത്തിലെ ഈ ലോകത്തിൽ നിന്നെ സ്വന്തമാക്കാനാണ് യേശു ക്രിസ്തു ഈ ലോകത്ത് വന്നത്. നിന്നെ സ്വന്തമാക്കാൻ. നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ കുട്ടികൾ നിന്നെ സ്വന്തമാക്കുന്നത് അവരുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ ആനന്ദത്തിനും അവരുടെ സുഖത്തിനും അവരുടെ നേട്ടത്തിനും വേണ്ടിയിട്ടാണ് ഇവരെല്ലാം നിന്റെ കൂടെ പലപ്പോഴും നിൽക്കുന്നത്. യേശു ക്രിസ്തു നിന്റെ കൂടെ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോഹമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആർക്ക് വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ യേശു ക്രിസ്തു ജീവിച്ചത്? ആർക്ക് വേണ്ടിയിട്ടാണ് നീ ജീവിക്കുന്നത്? ഈ ചോദ്യമാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ. ആർക്ക് വേണ്ടിയിട്ടാണ് നീ കഷ്ടപ്പെടുന്നത്? ആരെ തൃപ്തിപ്പെടുത്താൻ, ആരെ പ്രീതിപ്പെടുത്താനാണ് പ്രിയമുള്ളവരെ സർവലച്ചൻ ജീവിക്കുന്നത്? നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ പിള്ളേരുടെ സ്നേഹം കിട്ടാനോ? ഞാൻ യുകെയിൽ പോയപ്പോ ഒരു അമ്മച്ചി പറഞ്ഞിട്ട് വന്നു, അച്ഛോ എന്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ തെറ്റ് ചെയ്തത് പറഞ്ഞില്ലല്ലോ, അല്ല അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതാണ്. എന്താ കാര്യം? അവൾ അമേരിക്കയിലാണ്. ആയിക്കോട്ടെ, അമേരിക്കയിലോ ആഫ്രിക്കയിലോ സൗത്ത് ആഫ്രിക്കയിലോ എവിടെ വേണമെങ്കിൽ ആയിക്കോട്ടെ. എന്തെങ്കിലും ചേച്ചി പറയണേ? അല്ല അവള് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, എന്തിനു പറയണേ? ആ ചേച്ചി എനിക്കൊരു മോളുണ്ടോ, ഭർത്താവ് മരിച്ചിട്ട് 17 വർഷമായി. ഈ മകൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. നൈറ്റ് ഡ്യൂട്ടി, ഡേ ഡ്യൂട്ടി ചെയ്ത് കാശുണ്ടാക്കി എന്റെ മോള് സുന്ദരിയാകണം, എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് എന്റെ മോൾക്ക് സ്കോളർഷിപ്പ് കിട്ടണം, അവൾക്ക് ജോലി കിട്ടണം, അവൾക്ക് എല്ലാ സുഖങ്ങളും കിട്ടണം. അങ്ങനെ എല്ലാം നേടിക്കൊടുത്ത് അവൾ അമേരിക്കയിലേക്ക് പറഞ്ഞയച്ചു. ഈ അമ്മ ജീവിച്ചത് ആ മകൾക്ക് വേണ്ടി മാത്രം. എന്നിട്ട് എന്തിപ്പാ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? എന്താ അങ്ങനെ പറഞ്ഞ ചേച്ചി? അല്ല, അവള് തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ അവള് ഫോൺ വിളിക്കാറില്ല. ഞാൻ ബൈബിൾ എത്ര പ്രാവശ്യം വായിച്ചിട്ട് ഇന്ന് വരെ ആ കൊട്ടേഷൻ കണ്ടിട്ടില്ല. ഏത് കൊട്ടേഷൻ? ഫോൺ വിളിക്കാത്തത് പാപമാകുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടൊന്നും പറഞ്ഞില്ല. ഫോൺ വിളിക്കാത്തത് പാപാണെന്നുള്ള കൊട്ടേഷൻ എവിടെയാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ചോദിച്ചു, ചേച്ചി ഫോൺ വിളിക്കാത്തത് പാപമല്ലല്ലോ. അല്ല, ഫോൺ വിളിക്കാത്തത് പാപമൊന്നുമല്ല. 7-8 വർഷമായി അവര് ഫോൺ വിളിച്ചിട്ട് ഭംഗിക്കിട്ടാണ്. മകൾക്ക് വേണ്ടി ജീവിച്ചു. അവളുടെ സുഖം, അവളുടെ സൗഭാഗ്യം ദൈവത്തെ ഓർത്തില്ല. ആ കുട്ടിക്ക് ദൈവം ആരാണ്, യേശു ക്രിസ്തു ആരാണെന്ന് പറഞ്ഞു കൊടുക്കാൻ അമ്മ തോറ്റു പരീക്ഷയിൽ. ഇപ്പോ അവിടെ ചെന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബോയ് ഫ്രണ്ടിന് കിട്ടി, സിം എടുത്ത് കളഞ്ഞു, അമേരിക്കൻ സിം ഇട്ടു. ഇനി അമ്മ വേണ്ട. എത്ര നേരെങ്കിലും ഇല്ലെന്നറിയാം നമ്മുടെ നാട്ടില്. ആർക്കൊക്കെ വേണ്ടി ജീവിക്കും പ്രിയമുള്ളവരെ? ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം? ഇന്നത്തെ ഈ കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ ആഴമായിട്ട് ചിന്തിക്കണം. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലെ ജീവിക്കുന്നത്? ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം? ആ വിഷയമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പൗലോസിനെയും തോമാസിനെയും എല്ലാം ജീവിച്ചത് പ്രിയമുള്ളവരെ എന്ത് ബോധ്യത്തിലാണ് അവർ ജീവിച്ചത്? നമുക്ക് കുറെ
റോമാലേഖനം 7-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പൗലോസ് ശ്ലീഹ കൃത്യമായി പറഞ്ഞു വെക്കുന്നു, സഹോദരനെ, ഈ ലോകത്തിലെ വസ്തുക്കളെയും ദൈവത്തെക്കാൾ ഉപരി സ്നേഹിച്ച മനുഷ്യന്റെ ജീവിതമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തെ അർത്ഥമില്ലാത്തതാക്കിയത്. ഞാൻ യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ ലോകത്തെയോ ഈ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. കാരണം ഈ ലോകത്തിലെ യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം ലേഖനം 15-ാം അധ്യായം. അച്ഛൻ ഈ വചനങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉള്ളിൽ ബോധ്യപ്പെടുത്തിയിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാനാണ്. 2-ാം അധ്യായം 1-ാം ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വചനം. ഞാൻ പറയുന്നത് ഒന്നല്ല നിങ്ങളോട് പറയുന്നത്, ഞാൻ വചനങ്ങളോട് പറയുന്നത്, ഈ ലോകത്തെയോ ഈ ലോകത്തിലുള്ള വസ്തുക്കളെയോ ശ്രദ്ധിച്ചു കേട്ടോളോ, വസ്തുക്കളെയോ സ്നേഹിക്കരുത്. ഈ വസ്തുക്കളിൽപ്പെട്ടതാണ് ഭൂമി, വസ്തുക്കളിൽപ്പെട്ടതാണ് മൊബൈൽ ഫോൺ, വസ്തുക്കളിൽപ്പെട്ടതാണ് വീട്, വസ്തുക്കളിൽപ്പെട്ടതാണ് പണം. ഇതിനൊന്നും സ്നേഹിക്കാൻ പാടില്ല. വചനം പറയുന്നത്, ഈ ഭൂമിയിലെ വസ്തുക്കളെ നിങ്ങൾ സ്നേഹിക്കരുത്. ഇനി അത് സ്നേഹിച്ചാൽ എന്തുണ്ടാകും? ഇന്ന് ഈ ലോകത്തിലെ ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നതിന്റെ കാരണം എന്താ? പണത്തിനെ സ്നേഹിച്ചു. അത് കിട്ടാൻ വേണ്ടി ആരെ വേണമെങ്കിൽ കൊല്ലും. ഒരു കാലത്ത് ഭർത്താക്കന്മാര് ഭാര്യ എന്ത് കൊടുത്താലും വീട്ടിൽ വരുമ്പോഴേ ഭാര്യ ഗ്ലാസ്സിൽ കൊടുക്കുമ്പോ കുറെ കാലം മുമ്പാണ് ഭർത്താക്കന്മാര്, നീ അതും കുടിക്കും, എന്ത് നീ കുടിക്കും, നീ കുടിച്ചിട്ട് ഞാൻ കുടിക്കുന്നുള്ളൂ. അപ്പൊ അതൊക്കെ ഒരു മാറി വരികയാണ്. കാര്യം മനസ്സിലാക്കണം. നീ കുടിക്കും, അത് നീ കുടിക്കും, എന്നിട്ട് ഞാൻ കുടിക്കുള്ളൂ. എന്ത് അതന്നെ നീ ആദ്യം കുടിക്കുക, എന്നിട്ട് ഞാൻ കുടിക്കുള്ളൂ. എന്താ ശരിയാവില്ല. ഞാനും പത്രമൊക്കെ വായിക്കുന്നുണ്ട്. നീ ആദ്യം കുടിക്കും, എന്നിട്ട് ഞാൻ കുടിക്കണുള്ളൂ. ഭയങ്കര വിശ്വാസേ. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ ഭർത്താവ് എന്തെങ്കിലും സാധനങ്ങൾ, പച്ചക്കറി സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുമ്പോ, നിന്നെവിടെ സഞ്ചി തന്നെ എന്റെ നോക്കട്ടെ സഞ്ചിയില എന്താ ഇങ്ങനെ? ഞാനും പത്രം വായിക്കുന്നുണ്ട്, സഞ്ചിയില എന്താ നോക്കട്ടെ. നോക്കിട്ട് ഞാൻ പറയുള്ളൂ. സഞ്ചിയില എന്താന്ന് കാണട്ടെ. എന്റെ സഞ്ചിയിൽ എന്താന്ന് കാണണം എനിക്ക്. മനസ്സിലാവില്ല. ഇതുകൊണ്ട് ഈ ലോകത്തിലെ മനുഷ്യൻ, ഈ ലോകത്തിലെ വസ്തുക്കളെ കിട്ടാൻ, സ്വത്ത് കിട്ടാൻ, സ്വർണം കിട്ടാൻ, അതാണ് പ്രിയമുള്ള വചനം എഴുതി വെച്ചിരിക്കുന്നത്. 30 വെള്ളിക്കാശ് കിട്ടാൻ, 30 വെള്ളിക്കാശ് കിട്ടാൻ കൂട്ടത്തിലെ മാതാപിതാക്കളെ പറഞ്ഞു കൊടുക്കണം. മക്കൾക്ക് കുറച്ച് നാളുള്ള ക്രിസ്തുവിനെ സ്വന്തമായി ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നത് ആനന്ദമാണ് പ്രിയമുള്ളവരെ. നിനക്കെല്ലാം അവിടുന്ന് നൽകും. നീ എന്റെ വചനം പാലിച്ചാൽ ചോദിക്കുമേ, നിന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിനക്ക് ചോദിക്കുന്നത് എല്ലാം നൽകും. പക്ഷെ നീ എന്നെ സ്വന്തമാക്കണം. സ്വന്തമാകാൻ ഒട്ടുമാകുള്ളൂ. അതാണ് പത്രോസിനോട് കർത്താവ് ചോദിച്ചത്. പത്രോസ്, എന്നെ സ്നേഹിക്കുക? 3 പ്രാവശ്യം ആവർത്തിച്ചു ചോദിച്ചു. എനിക്ക് നിന്റെ പഠിപ്പറിയില്ല, നിനക്ക് അത്ര സ്വത്തുണ്ട്, നിന്റെ അമ്മായിയുടെ പേരെന്താണ്, നിന്റെ ഭാര്യയുടെ പേരെന്താണ്, കുട്ടികളുടെ പേരൊന്നും എനിക്കറിയില്ല. പത്രോസിനൊക്കെ ഉണ്ടായിരുന്നു. അമ്മായിയുടെ പനി മാറ്റാനായിട്ട് ചെന്നതായിരുന്നില്ലേ? അമ്മായിയുടെ പനി കേട്ടിട്ടില്ലേ? പക്ഷെ പത്രോസിനോട് ചോദിച്ചോ? കുടുംബകാര്യങ്ങൾ ചോദിച്ചോ? സ്വത്ത് ചോദിച്ചോ? പഠിപ്പ് ചോദിച്ചോ? ഒട്ട കാര്യം ചോദിച്ചോ? പത്രോസ് എല്ലാറ്റിലും നിന്റെ അമ്മായിമേനേക്കാളും ഭാര്യ, മക്കള്, കുട്ടികൾ, നിന്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. എന്നെ സ്നേഹിക്കുന്നത് ഒട്ട ചോദിക്കുള്ളൂ. അതാണ് സ്വന്തമാകുക എന്നതിന്റെ അർത്ഥം. ധാരാളം മനുഷ്യരങ്ങനെ ഈ ഭൂമിയിലെ വസ്തുക്കളെ, ഞാൻ ആ വചനം പൂർത്തിയാക്കട്ടെ. വസ്തുക്കളെ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ഈ ലോകത്തിലെ വസ്തുക്കളെ സ്നേഹിച്ചാൽ ദൈവത്തിന്റെ സ്നേഹം അവന്റെ ഉള്ളിൽ ഉണ്ടാവുകയില്ല. അതാണ് പ്രിയമുള്ളവരെ, സ്വർണത്തെ സ്നേഹിക്കുമ്പോൾ
വസ്തുക്കളിലേക്ക് തിരിയും. അവള് അമ്മ വയ്യാണ്ട് കിടക്കുമ്പോ വരും, അമ്മ എന്താ അമ്മയ്ക്ക് തരിപ്പുണ്ടോ, കാല് കൈയൊക്കെ തരിപ്പ്, പ്രായമാകുന്ന തരിപ്പ് കിട്ടാ, പൊട്ട ചുക്കാടി എണ്ണ ഇട്ട് പരട്ടണത് നല്ലതാണ്. ഞാൻ ഇട്ട് പറ്റുണ്ട്. നമുക്ക് പറഞ്ഞു ഒരു 19 വയസ്സ് കഴിയുമ്പോൾ പൊട്ട ചുക്കാടി മഞ്ചു വെക്കുന്നത് നല്ലതായി. കാലിന് ഒരു തരിപ്പ് വരും. മറ്റേ തരിപ്പ് കുറെ കഴിയുമ്പോൾ മാറും. മറ്റൊരു തരിപ്പുണ്ട്, അതൊക്കെ മാറി പിന്നെ തരിപ്പ് കാലുമയ്ക്കും കൈമയ്ക്കും വരും. അപ്പൊ പിന്നെ ഇതൊന്നും പിടിച്ചാൽ കിട്ടില്ല. കൈക്ക് കാലത്ത് പൊട്ട ചുക്കാടി ബെസ്റ്റായി. അവള് അമ്മയുടെ കൈയും കാലം തരിപ്പൊന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി അവളെ അമ്മേനെ ഉരുങ്ങി കോട്ടക്കൽ ആയുർവേദശാലയിലെ കുളിച്ചിൽ പഠിച്ചിട്ടുള്ള കുട്ടിയാ. അവളെ അമ്മയുടെ കൈയും കാലത്തിന് ഉരുങ്ങിട്ടൊരു പോകാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം നാത്തു വിളിച്ചിരുന്നു. അതെ നാത്തുനെ അമ്മയുടെ കാര്യമുണ്ട്. എന്റെ അമ്മനെ ഞാൻ പോകണമെന്ന് പോയതാണോ എനിക്കൊന്നും അറിയില്ല. എന്താ അമ്മയുടെ ചോദിച്ചേ? അമ്മ കരയുന്നില്ല, അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വള കാണാനില്ല. നിങ്ങൾ ചിരിച്ച് എനിക്ക് വിഷമം. ചിരിക്കട്ടെ, ആ കുട്ടികളെ നിങ്ങൾ വേറെ അർത്ഥത്തിൽ അത് ചിരിക്കാൻ പാടില്ല. അവള് കോട്ടക്കൽ ആയുർവേദശാലയിൽ വിളിച്ചു കേട്ടിട്ടുള്ള കുട്ടിയാണ്. അന്ന് അമ്മ കല്യാണം കഴിക്കുന്ന സമയത്ത് അമ്മ വളയിട്ടോ വള ടൈറ്റായിട്ട് കിട്ടുമായിരുന്നു, കാരണം അമ്മയ്ക്ക് വണ്ണം ഉണ്ടായിരുന്നു. ഇപ്പൊ അമ്മ ശോഷിച്ചു, വടക്കോട്ടും തെക്കോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന വള അവൾ ഒഴിഞ്ഞപ്പോ അബദ്ധത്തിൽ അവളെ കയ്യിൽ കയറി പോയത്. എന്ത് തെറ്റ് കണ്ടിട്ടാണ് നിങ്ങൾക്ക് ചിരിച്ചത്? പ്രിയമുള്ളവരെ, ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്നതില്ലല്ലോ, എന്തിനാണ് എന്റെ മകൾ എന്നെ സ്നേഹിക്കുന്നത് എന്ന് സ്വയം ചോദിച്ചോ. എന്റെ ഭർത്താവ് എന്ത് കണ്ടിട്ടാണ് എന്നെ സ്നേഹിക്കുന്നത്? യേശു ക്രിസ്തു എന്ത് കണ്ടിട്ടാണ് എന്നെ സ്നേഹിക്കുന്നത്? എന്റെ ഭാര്യ എന്തിനാണ് എന്നെ സ്നേഹിക്കുന്നത്? എന്റെ സുഹൃത്ത് അവൻ എന്റെ കൂടെ എപ്പോഴുണ്ട് എന്ത് കണ്ടിട്ടാണ്? വചനം പറയുന്നുണ്ട്. ഞാൻ 10 ദിവസം അത് വായിച്ചപ്പോ ഞാൻ ആലോചിച്ചു. അതായത് യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടപ്പോൾ തലേ ദിവസം കർത്താവ് 5,000 എന്നിട്ട് കർത്താവ് കഫർനാമിലേക്ക് പോയി, ഗലീലി കടന്നിട്ട്. അപ്പൊ ഈ ആൾക്കാരോട് വേറെ വഞ്ചി പിടിച്ചിട്ട് അപ്പുറത്ത് വന്നിട്ട് കർത്താവിനെ കണ്ട വശം, നീ എവിടെയായിരുന്നു? സ്നേഹം കൊണ്ട്. അപ്പൊ കർത്താവ് അല്ല എന്റെ ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ച്. കർത്താവ് മോത്തേക്ക് നോക്കി അന്വേഷിച്ചു. അപ്പൊ കർത്താവ് ഇവിടെ പറഞ്ഞു, അതെ നിങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ അന്വേഷിച്ചു. നിങ്ങളെ അടയാളം കണ്ടത് കൊണ്ടല്ല, നീ അവിടെ അപ്പം തിന്നണ്ടായില്ല. അപ്പം തിന്ന് തൃപ്തിയായത് കൊണ്ടാണ് നിങ്ങൾ എന്റെ അടുക്കൽ അന്വേഷിച്ചു വരണത്. ഈശോ പറഞ്ഞിട്ടാ. നമ്മളൊക്കെ ഓരോ തീർത്ഥകേന്ദ്രത്തിലേക്കും ധ്യാന കേന്ദ്രത്തിലേക്കും പള്ളിയിലും വരുമ്പോ കർത്താവ് പറയണ്ടോന്നുള്ള ആലോചിച്ചോളൂ. നീ എന്തിനു വന്നിട്ടുള്ളത്? പ്രിയമുള്ളവരെ, ഈ ലോകവും ഈ ലോകത്തിന്റെ മോഹങ്ങളെക്കാൾ ക്രിസ്തുവിനോടുള്ള ബന്ധം, അതാണ് ഈശോ പറഞ്ഞത്. ഞാൻ മുന്തിരിച്ചെടിയാണ്, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖയാണ് നിങ്ങൾ. മാതാവിന്റെ ജനനത്തിനാളുടെ ആദ്യ ദിവസമാണ്. മാതാവിന്റെ സൗന്ദര്യം എന്തായിരുന്നു? ശക്തനായ അതാരാ? ഔസരിത. ശക്തനായ ഔസരിതല്ലേ? ഔസരിതല്ല, അല്ലല്ലേ? ഞാൻ ഔസരിത അവർക്ക് കൊതിച്ചുപോയി. ശക്തനായവൻ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരും. പറയാൻ പറ്റുമോ മാതാപിതാക്കളെ നെഞ്ചത്ത് കൈവച്ചിട്ട് ഇതുപോലെ? അതാണ് മാതാവ് അവിടെ നിന്ന് ചോദിക്കുന്നത്. നിന്റെ ശക്തനായ ആരാടാ? നിന്റെ ശക്തനായ ആരാടി എന്ന് ചോദിക്കുമ്പോ പറയാൻ പറ്റണം. നിങ്ങൾ ഭർത്താവിനെ ആശ്രയിച്ച് ജീവിച്ചു. വിജയിച്ചിട്ട് ഭർത്താവ് മരിച്ചു പോയപ്പോഴാണ് എനിക്ക് കർത്താവിനോട് സ്നേഹം തോന്നുന്നത്. ബെസ്റ്റ്. എന്റെ ദൈവമേ, ഭർത്താവ് മരിച്ചു പോയപ്പോഴാണ് അവൾക്ക് കർത്താവിനോട് സ്നേഹം തോന്നിയത്. അതുവരെ ഭർത്താവിനോടാണ് സ്നേഹം. കാരണം അങ്ങോട്ടാണല്ല വരുന്നത്. അയാൾ പോയതോടുകൂടി ഇവർക്ക് കർത്താവിനോട് ഭയങ്കര സ്നേഹം. പ്രിയമുള്ളവരെ, ഞാൻ പള്ളിയില് ഒരു ചെറുപ്പക്കാരോട് പറഞ്ഞുകൊണ്ടു, അച്ഛൻ ഈ പള്ളിയില് ആദ്യം കുർബാനക്ക് വരുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചല്ല. എന്റെ അച്ഛനൊന്ന് ശ്രദ്ധിച്ചു നോക്ക്.
അവർക്ക് പിന്നെ ഒരു പണിയില്ലേ, അവർ പ്രായമായി, ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോയി, കുട്ടികളൊക്കെ ഇടിച്ചു വിട്ടു. ഇനി അവർക്ക് ഒന്നാമത് അവർക്ക് ഉറപ്പില്ല രാത്രി. അപ്പൊ ഏറ്റവും ആദ്യം പറഞ്ഞ ആൾക്കാരാണ് അച്ഛൻ. അവർക്ക് ഈ ഫ്യൂസ് ആവാറായിട്ടുള്ള പണിപ്പാടാണ്. എന്തൊരു ഉപമയല്ലേ പ്രിയമുള്ളവരെ. നമ്മളെപ്പോഴാണ് ദൈവസന്നിധിയിൽ എത്താന്നറിയോ? എല്ലാവരും വിട്ടു പോകുമ്പോൾ നമ്മളൊരൊറ്റ വിളിക്കും, എപ്പോഴാ? എല്ലാവരും കൈവിട്ട് കഴിയുമ്പോ. ദൂർത്തൂത്ത കുടുംബം വായിച്ചിട്ടുണ്ടോ? അവരുടെ കൂട്ടുകാരെല്ലാം അവരെ വിട്ടുപോയി. അവസാനം കൂട്ട് കിട്ടിയത് പന്നികളായപ്പോൾ അപ്പോൾ എന്റെ പിതാവേ എത്ര വേലക്കാർ അവിടെ ദം ബിരിയാണി കഴിച്ച് കഴിയുന്നത്. ദം ബിരിയാണി അന്നുണ്ടോന്ന് എന്നോട് ചോദിക്കരുത്, ഞാനൊരു ഭംഗിക്ക് വന്നു മാത്രം. എന്തോരം എന്റെ അപ്പൻ എന്തോരം പേർക്ക് പറഞ്ഞു, ഞാനൊരു വിശന്ന് മരിക്കുന്നത്. എപ്പോഴാണ് പോകുന്നത്? ഞാൻ ഈ ഓട്ടോറിക്ഷകൾ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നാറ്, ഓട്ടോറിക്ഷ നമ്മുടെ ഓട്ടോറിക്ഷ അത് ഷോറൂമിൽ നിന്ന് നിർത്തുമ്പോൾ നിങ്ങൾ കാണും. ആ ഒരു കറുത്ത മറുപടി മഞ്ഞ ടീഷർട്ട് ഇട്ടിട്ട് ഓട്ടോറിക്ഷ വരും. അങ്ങനെയല്ലേ കളർ ഓട്ടോറിക്ഷയുടെ അല്ലേ? കറുത്ത മറുപടി ഒരു മഞ്ഞ ടീഷർട്ട് ഇട്ടിട്ട് ഷോറൂമിൽ നിന്ന് ഇറക്കും. പിന്നല്ല ആ ഓട്ടോറിക്ഷയുടെ പേര് നിങ്ങൾ കാണണം. ചെത്ത് പേര്. എന്താ പേര്? എന്റെ കല്യാണി കുട്ടി. ആയിക്കോട്ടെ, പേര് എന്റെ കല്യാണി കുട്ടി. ഓ കല്യാണി കുട്ടി കൂടെ പോകാണ് ഓട്ടോറിക്ഷ. ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെ കല്യാണി കുട്ടി മീനങ്ങാടി ഇറങ്ങിയിട്ട് ഷോറൂമിൽ ഇറങ്ങിയിട്ട് 3-4 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. ആ കല്യാണി കുട്ടിക്ക് ഒരു എഞ്ചിൻ പണി വന്നു, 3-4 പാച്ച് വർക്ക് വന്നു, പിന്നെ വേറെ ചില പ്രശ്നങ്ങൾ, ക്ലച്ച് ലൂസാവല്, അങ്ങനെ കുറെ പണികളൊക്കെ വന്നു. ഈ ഓട്ടോറിക്ഷയ്ക്ക് മാത്രമേ ആലോചിക്കാവുള്ളൂ, വേറെ ഒന്നും ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ ഓട്ടോറിക്ഷയുടെ പ്രായം 35. ഷോറൂമിൽ ഇറങ്ങിയ യങ്ങായിട്ടുള്ള ഓട്ടോറിക്ഷ കറുത്ത പറമ്പ് നീ മഞ്ഞ ടീഷർട്ട് ഇട്ടവിടെ ഇറങ്ങിയിട്ട് ആങ്കട മീനങ്ങാടിയുടെ ഉണ്ട് വാലകം കിടന്നുണ്ട്. എന്റെ കല്യാണി കുട്ടി. അതിന്റെ ഇടയിലാണ് 2-3 ഇടി, എഞ്ചിൻ വർക്ക്, ടയർ പഞ്ചറാവല്, മറ്റേ ഗ്രീസ് ലൂസാവല്, അതൊക്കെ എല്ലാം കഴിഞ്ഞ് അവസാനം വർക്ക്ഷോപ്പിൽ കയറ്റി ഒരു എഞ്ചിൻ പണി, പാച്ച് വർക്കും, ക്ലച്ച് മാറ്റുന്നതും ഒക്കെ കഴിഞ്ഞ് ഓട്ടോറിക്ഷ വീണ്ടും മീനങ്ങാടിയിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓട്ടോറിക്ഷയുടെ പേര് മാറ്റിയിട്ടുണ്ടാവും. ഇപ്പോൾ ഓട്ടോറിക്ഷയുടെ പ്രായം 72. ആ ഓട്ടോറിക്ഷയുടെ പേര് മാറ്റി അന്തോണിസ് മുഞ്ചാ. 35 വയസ്സിൽ ഓട്ടോറിക്ഷയുടെ പേര് എന്റെ കല്യാണി കുട്ടിക്ക്. 72 വയസ്സായി ഓട്ടോറിക്ഷ. ഞാൻ വിളിച്ചിട്ട കാര്യമുള്ളൂ, കല്യാണി കുട്ടിക്ക് അപ്പുറം പോയി. ഇതാണ് പ്രിയമുള്ളവരെ മനുഷ്യൻ. ഈ സഭാപ്രസംഗ പുസ്തകത്തിൽ പറയുന്നത്, യുവാവേ യുവതിയെ, നിന്റെ യൗവനകാലത്ത് നീ നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കണം. ഇല്ലിവരെയുള്ളത് ഇത് നടക്കില്ല. അതാണ് മനുഷ്യന്റെ അവസാന കാലഘട്ടം വരുമ്പോ സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. 12-ാം അധ്യായത്തിൽ പറയുന്നു, 1-2 വാക്യങ്ങൾ, എനിക്ക് ഒന്നിനും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങൾ ആഗമിക്കുന്നതിന് മുൻപ് യുവാവേ യുവതിയെ, നിങ്ങളുടെ മക്കളോട് പറയേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങൾ യുവാവ് യുവതി ഒന്നല്ലല്ലോ, യുവാവേ യുവതിയെ, നിന്റെ യൗവനകാലത്ത് ഓട്ടോറിക്ഷയുടെ മറ്റേ 35 വയസ്സിലിട്ടാണ് നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക. സഹോദരങ്ങളെ, ശക്തനായവൻ വലിയ കാര്യം എനിക്ക് ചെയ്തു തരും എന്ന് മറിയം പറഞ്ഞത് ചെറുപ്പത്തിൽ. തന്റെ കല്യാണം നടക്കുന്ന സമയത്ത് യൗവനകാലത്ത് മറിയം പറഞ്ഞു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരും. എന്ത് വലിയ കാര്യങ്ങൾ മാതാവിന് കിട്ടിയത്? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അമ്മയാകാൻ ഭാഗ്യം കിട്ടിയ ആ മറിയം ഇന്ന് ഈ മീനങ്ങാടിയിലൂടെ വന്നിരിക്കുന്ന നിങ്ങൾക്കുള്ള സൗഭാഗ്യം തന്നെ 1% പോലും സൗഭാഗ്യം മാതാവിനുണ്ടായില്ല.
നിങ്ങളുടെ പോലത്തെ വീടുണ്ടായില്ല. ഞാൻ പോയിട്ടുണ്ട് നസ്രത്തില്. എന്റെ അമ്മയെ 10-200 ഏക്കർ സ്ഥലം മാതാവിന്റെ പേരോടെ ആധാരത്തിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അവിടുത്തെ എല്ലാ ബാങ്കിലും അവസരമില്ലാതെ മാതാവിന് ജോയിന്റ് ഒക്കെ ഉണ്ട്, ഇപ്പോഴുണ്ട്. പിന്നെ അറിയില്ലായിരുന്നു മാതാവിന് നമ്മളെ പോലെ ആയിരുന്ന ഒരു അവസ്ഥയിൽ നമ്മളൊക്കെ ഈശോയുടെ അമ്മയായിരുന്നെങ്കിൽ എന്തായാലും നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മളൊക്കെ പള്ളി വരുമ്പോൾ മാറി യേശുവിന്റെ അമ്മ. മാതാവിന് ഇതൊന്നും അറിയില്ല. പിന്നെ മാതാവിന് എന്തെല്ലാം ബിസിനസ് നടത്താനായിരുന്നു. അന്നെല്ലാം പറഞ്ഞില്ല 5,000 ആക്കിയ ആ ദിവസം വീട്ടിൽ വന്നപ്പോ നിങ്ങളിൽ ഒരാളാണ് മാതാവ് എന്ന് വെക്കുക. ഈശോയുടെ അമ്മ മോനെ ഞങ്ങൾ 5,000 കേട്ടില്ല ആൾക്കാരൊക്കെ നീ ഈ വീട്ടിലത്തെ കാര്യം അന്വേഷിക്കില്ല, നാട്ടിലാരെ അന്വേഷിച്ചില്ല. അവർക്ക് 5 ഉണ്ടാക്കി കൊടുക്കാനല്ല ഞാൻ നിന്നെ വളർത്തിക്കൊണ്ടിരുന്നത്, മനസ്സിലായോ? അല്ല നീ അവരുടെ കാര്യം അന്വേഷിക്കാനല്ലാതെ എന്റെ വീട്ടിലെ നമ്മുടെ വീട്ടിലെ കാര്യം അന്വേഷിക്കും കേട്ടോ. നീ അവിടെ പോയിട്ട് അവർക്ക് വിശക്കുന്നത് അവർ നീ ഉണ്ടാക്കി കൊടുക്കുക. നീ എന്തിനാണ് പഠിക്കാൻ പോണത്? അമ്മ ചുറ്റലി പറഞ്ഞാലും നീ വിഷമിക്കാൻ കേട്ടോ. എന്നാലും നിന്റെ കഴിവ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അമ്മ ഒരു തീരുമാനം എടുത്തു. എന്താ അപ്പം സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വെച്ചു. അതെങ്ങനെ നിനക്ക് പപ്പ ഉണ്ടാക്കാൻ? അപ്പൊ അമ്മ എന്തായാലും ഒരു അപ്പം സൂപ്പർ മാർക്കറ്റ്, ലുലുവിനേക്കാൾ വലിയൊരു സൂപ്പർ മാർക്കറ്റ്. എന്നിട്ട് അതിൽ അമ്മ ഇങ്ങനെ ഇരിക്കും കേശവനായിട്ട്. നീ ഇങ്ങനെ നടന്നിടുന്നു വെള്ളട്ടപ്പം, കല്ലപ്പം, കുഴിയപ്പം പോകും. അപ്പൊ അതൊക്കെ നിറച്ച് മാതാവിന് ബുദ്ധിയില്ല. നമുക്കൊക്കെ ഇതൊരു കഴിവ് തന്നാ മതിയായിരുന്നു ദൈവമേ. ഞാൻ എന്തോരം കഷ്ടപ്പെടുന്നു ഒരു കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ. യേശുവിനെ പോലെ പോലെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ ലോകത്തിന്റെ തന്നെ നമ്മള് എന്ത് ചെയ്യാൻ? ഞാൻ ആണെങ്കിൽ ശവടത്തിൽ എത്ര കണ്ടിട്ട് ആൾക്കാർക്ക് പിടിയിട്ടില്ല. ഞാൻ ആലോചിക്കാറില്ലേ ഈ ശവടത്തിലേക്ക് ആൾക്കാർ വന്നിട്ട് അത് നോക്കിയിട്ട് മരിച്ചുപോയാണ് തമ്പുരാൻ ഉള്ളിൽ വെച്ചിരിക്കണ്ടോ? ഈ പറഞ്ഞ ആൾ ശവടത്തിൽ ആണെന്ന് ആലോചിക്കുക. നിങ്ങൾക്കറിയില്ല നമ്മളോട് ഇന്നലെ എന്നൊരു സമ്മതി വിളിച്ചിട്ട് അവർ വക്കീലിന്റെ അടുത്ത് പോയി ഒരു കാര്യം സംസാരിച്ചപ്പോ അവിടെ വക്കീൽ പറയുന്നു ഉച്ചയ്ക്ക് അവിടെ ഈ ഫയലൊക്കെ എടുത്തു ചേച്ചി 10-15 പൈസ കൊടുക്കും. അപ്പൊ അവർ എനിക്ക് ഡോക്ടർ ഞങ്ങൾ ഡോക്ടർ കാശോടാദ്യം പൊക്കോ ഞാൻ കാശെടുത്ത് പൊക്കോളം പറഞ്ഞ് വിട്ടിട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോകണം. ആൾ വിരിച്ചു 35 പൈസ പോകും. പ്രിയമുള്ള ഈ ലോകത്തിലെ നിങ്ങൾ ശിശുക്കളുടെ ആൾക്കാരാണ്. ശ്വാസം വിടില്ല, ശ്വാസം വിടണ്ടോ? വിടില്ല. നിങ്ങൾ വിടുമ്പോ ഓരോ ശ്വാസം വിടുമ്പോ തന്നോളാം. നിങ്ങൾ വന്നില്ലെങ്കിൽ മരിച്ചു. ധാരാളം ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രിയമുള്ളത് നിന്നെ സ്നേഹിക്കുന്നത് ആരാ? നിന്റെ ചുറ്റുപാട് ചക്കി വാങ്ങി സാരി ബ്ലൗസ് വാങ്ങിച്ചു തരുന്നവനല്ല. യെശയ്യായുടെ പുസ്തകത്തിൽ ജെറമ്യായുടെ പുസ്തകത്തിൽ പറഞ്ഞ വചനങ്ങൾ ഓർമ്മിപ്പിക്കുക. നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ ഉരുവാകുമ്പോൾ നിന്നെ ഞാൻ അറിഞ്ഞു. അതൊക്കെ വായിക്കുമ്പോ ആൾക്കാർ പിന്നെ അമ്മയുടെ വയറ്റിൽ ഉരുവാകുമ്പോഴൊക്കെ നടത്താൻ പറയല്ലേ? പിന്നെ പറഞ്ഞ എന്റെ അപ്പന്റെ 30 ദശലക്ഷം ബീജങ്ങൾ എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വന്നു. 30 ദശലക്ഷം ബീജങ്ങൾ. അതിൽ ഒരെണ്ണത്തിനെ മാത്രം തെരഞ്ഞെടുത്തത് എന്റെ അമ്മയല്ല, അതാണ് ഞാൻ. നിങ്ങളെങ്ങനെ എന്നെ മാത്രം നോക്കിയില്ല, നിങ്ങളുടെ നെഞ്ചത്തേക്ക് കൂടി നോക്കിക്കോ. നിങ്ങളുടെ കഥ അയ്യോ ഇതാണ് അച്ഛൻ. നിങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളുടെ അപ്പന്റെ ദശലക്ഷക്കണക്കിന് ബീജങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്നിട്ട് ദൈവം തെരഞ്ഞെടുത്തു നിന്നെ. അതാണ്
തന്നെയാണ് നീ. സത്യമാണ് ഞാൻ പറഞ്ഞത്. ശരിയാണോ? മനസ്സിലാക്കൂ പ്രിയമുള്ളവരെ. അന്ന് ആ ഗർഭപാത്രത്തിൽ നീ 9 മാസം കഴിഞ്ഞപ്പോ നിന്റെ അമ്മ കട്ടപ്പടി തട്ടി ഒറ്റ വീഴ്ച വീണിട്ട് നിന്റെ പൊട്ട തല ആ കട്ടളമ തട്ടിയാൽ നീ വലിയ ഇങ്ങനെ അറിയാം താളവട്ടത്തിൽ മോഹൻലാൽ നിന്നെ കെട്ടാൻ വലിയൊരു പരിധി. മന്ദബുദ്ധിയായ നിന്റെ വലിയൊരു കല്യാണം കഴിക്കാൻ വരുമോ? നിന്റെ കല്യാണം കഴിക്കാൻ വരുമോ ജോസഫ്? വരില്ല. കാരണം നീ മന്ദബുദ്ധിയാണ്. നിന്റെ മൂക്ക്, നിന്റെ കണ്ണ്, നിന്റെ ചെവി എല്ലാം കൃത്യമായി വെച്ചത് നിന്റെ അമ്മയാണ്. അല്ല, അതിന് നമുക്ക് ഇതൊക്കെ തന്നെ വന്നു. തന്നെ വരുമോ? ഒന്നും തന്നെ വരില്ല പ്രിയമുള്ളവരെ. ഒന്നും തന്നെ ഉണ്ടാകില്ല. അത്രമാത്രം ദൈവം നിന്നെ തരുന്നു സ്വന്തം ആത്മാവിന് നൽകിയിട്ട്. നമ്മൾ ഈ ശബ്ദം വരുന്ന എവിടെ എനിക്കറിയില്ല. എപ്പോഴും കൊച്ചുണ്ടാക്കുമ്പോൾ ഒരു ശബ്ദം വരുന്നേ എവിടെ ഇരിക്കുന്നത് മനസ്സിലായിട്ടില്ലേ? ഇതിനുള്ളില്ലേ ആംബിളിഫയറുണ്ടോന്ന് എനിക്കറിയില്ല. എങ്കിലും ശബ്ദങ്ങൾ പറയണ്ട. ഇതെവിടുന്നത് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാം നിന്റെ ഉള്ളിൽ, നിന്റെ ശരീരം, അത് നോക്കിയാൽ മതി സഹോദരി സഹോദര. ദൈവത്തിന്റെ അത്ഭുതമാണ് നീ. അത് നിന്റെ ഈ ലോകത്തിൽ 4 മനുഷ്യരുടെ സ്നേഹം കൊണ്ടല്ല ജീവിച്ചിരിക്കുന്നത്. ഒരു മുഴ വന്നാ പോലെ, ഒരു കുരു വന്നാ പോലെ. സ്നേഹിച്ചിട്ട് കുരു മാറ്റാൻ പറ്റുമോ നിനക്ക്? നിന്നെ സ്നേഹിക്കുന്നവരെന്ന് പറഞ്ഞ നിന്റെ കുരു മാറി പോകോ? എന്തിനാ പിന്നെ നീ വിളിക്കണേ? രോഗം വരുമ്പോ വിളിക്കും. അതീ പറഞ്ഞ പോലെയാണ്. വരില്ല, ആ വിളി അപ്പോഴും വരുമ്പോ ഈ ദൈവവിളി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് സിസ്റ്റർ ആവാനും അച്ഛനാവാനും തന്നെയാണ് ദൈവവിളി എന്ന് വിചാരിച്ചിട്ടുള്ളത്. അതൊന്നല്ല ദൈവവിളി. ദൈവവിളി ആണെങ്കിൽ നിങ്ങൾ ആശുപത്രി ചെല്ലും, ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്ത് ചെന്ന് നിൽക്കുന്നത്. അതാണ് ശരിക്കുള്ള വിളി, ദൈവവിളി. അവര് അണ്ടകടാകത്തിന്നാണ് വിളിക്കണത്. കാരണം കാത്തിരുന്ന കിടന്നു ഉന്നിക്കൂട്ടണേ. കറക്റ്റ് ദൈവവിളി. നമ്മൾ വിചാരിക്കണത് നിങ്ങൾക്ക് ദൈവവിളിയൊക്കെ ചിലപ്പോൾ കിട്ടൂട്ട, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും ദൈവവിളി. അത് ആശുപത്രിയിൽ വന്ന വിളിയാണ് കറക്റ്റ് ദൈവവിളി. സംശയം കേട്ടാ. ഞാൻ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോ ദൈവവിളി കേൾക്കാൻ വേണ്ടിയിട്ട് ആ ക്യാഷ്വാലിറ്റിയുടെ പോയി നിൽക്കും. ദൈവവിളി കേൾക്കണം. വണ്ടി ഇടിച്ചിട്ട് ആൾ പറഞ്ഞിട്ടുണ്ട് അവിടെ നല്ല വിളിയാണ്. ഏത് ദൈവവിളി. ഇപ്പോഴുള്ള വിളിയൊന്നും ദൈവവിളിയില്ല. ഇപ്പോഴൊക്കെ നമുക്ക് ആവശ്യം വരുമ്പോ ദൈവവിളി വിളിക്കുന്നത്. സഹോദരങ്ങളെ, ഈ ജീവിതത്തിൽ ആരെ സ്വന്തമാക്കാനാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്? ആരെ തൃപ്തിപ്പെടുത്താനാണ്? പരിശുദ്ധ മറിയം ഔസേപ്പിതാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിച്ചവൾ അല്ല. നമ്മൾ മനുഷ്യന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതായിക്കോട്ടെ ഇതായിക്കോട്ടെ. ആരുടെ സ്നേഹമാണ് പ്രിയമുള്ളത്? ഒരിക്കലും അവസാനിക്കാതെ. എന്റെ അമ്മയുടെ സ്നേഹം ഇന്ന് ഞാൻ ആഗ്രഹിച്ചാൽ എനിക്ക് കിട്ടില്ല സഹോദര. 23 വർഷം മുമ്പ് പോയി ആ സ്നേഹം. ഇനി ആ സ്നേഹം കൊതിച്ചാൽ പോലും കിട്ടില്ല. ഇതന്നെ നിന്റെ കാര്യം നീ ആലോചിച്ചോ? സത്യല്ലേ? ഇല്ല സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് നിന്നെ സ്നേഹിക്കുന്നവൻ അവന്റെ കണ്ണടഞ്ഞാൽ ആ സ്നേഹം നിനക്ക് ഒരിക്കലും കിട്ടില്ല. ആരുടെ സ്നേഹമെല്ലാം നിന്നെ വിട്ടുപോയാലും എനിക്ക് വേണം നിന്നെ. നീ രോഗിയാണെന്നാലും എനിക്ക് വേണം നിന്നെ. നീ പാപിയാണെന്നാലും ഈ ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്ക് വേണം നിന്നെ. ബെസ്റ്റ് പാട്ടാണ്. വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അമ്മായിമ്മ കിടപ്പാണെങ്കിൽ മലമൂത്രം കിടക്കണം. അങ്ങനെ ഒരു കിടക്കുന്ന തളർന്ന അമ്മായിയുടെ മുമ്പിൽ നിന്നിട്ട് മരുമക്കൾക്ക് പാടാവുന്ന നല്ലൊരു പാട്ടാണ്. എനിക്ക് വേണം നിന്നെ, നീ രോഗിയാണെന്നാലും ചിരിക്കണം. പിന്നെ എനിക്ക് വേണമെന്നതിന് ബെസ്റ്റായിട്ട് ഒരു വീട്ടില് ബാണം വെച്ചോണ്ടിരിക്കണം. 4 പിള്ളേരാ. ബാണം വെച്ചോണ്ടോ വീട് എനിക്ക് കിട്ടണം താഴെയുള്ള
അവരുടെ ഭാര്യ ആഗ്രഹിച്ചു. അവസാനം എന്തുണ്ടായി? ഭാഗം വെച്ചപ്പോ വീട് അവർക്ക് കിട്ടി, സന്തോഷമായി. പക്ഷെ അതിന് അമ്മ വരും. ഏതമ്മ? ഭർത്താവിന്റെ അമ്മ വരും. വീട് കിട്ടുന്ന ആള് ഭാഗ്യമാണ്. അത് ശരി, ഇവിടെ അങ്ങനെയാണല്ലേ? എനിക്കറിയില്ല. അതായത് വീട് കിട്ടുന്ന ആള് അമ്മേനെ നോക്കണ. ഈ സ്ത്രീ പറയാ, ആ സ്ത്രീ കുറെ ജീവിതത്തിൽ കുറെ കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ശരിയാണ് ചോദ്യം. എനിക്ക് വീട് കിട്ടിയ സന്ദർഭമില്ല, പക്ഷെ ഈ അമ്മ അതിൽ കിട്ടും. ഈ അമ്മയാണെങ്കിൽ മൂത്രവും മലമൊക്കെ എടുത്ത് കൊണ്ടുപോകണം. ഞാൻ ഈ കല്യാണം കഴിക്കുമ്പോൾ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിക്കണമെന്ന് കരുതിയിട്ട് കല്യാണം കഴിച്ചു വന്ന പെണ്ണാണ്. ജീവിതത്തിൽ 35 വയസ്സിനുള്ളിൽ എല്ലാ സുഖങ്ങളും അനുഭവിക്കണം. ലോകത്ത് എന്തെല്ലാം സുഖങ്ങളുണ്ടോ അതൊക്കെ അനുഭവിക്കാൻ വേണ്ടി വന്ന പെണ്ണാണ് ഞാൻ. ഇവിടെ വന്നപ്പോൾ ദേഹം പറഞ്ഞു, അവസാനം വീട് കിട്ടിയതുകൊണ്ട് കാര്യം ഇതിന്റെ എല്ലാ കാര്യം എനിക്ക് നോക്കണം. എനിക്കപ്പോ ഭയങ്കര ദേഷ്യം വന്നിച്ചു ഒരേ മാനസാന്തരത്തിൽ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ചില ദിവസം ഇതിനെ കുളിപ്പിക്കണം. കുളിപ്പിക്കുന്ന നല്ല തണുത്ത പറയുന്ന തലയിലേക്ക്. എന്തിനാ? പൊക്കോട്ടെ, എനിക്കിതൊന്നും പറ്റില്ല. ദൈവസ്നേഹം. പ്രിയമുള്ളവരെ, നമുക്ക് സൗന്ദര്യമായിട്ട് കാര്യമില്ല, കാശുണ്ടായിട്ട് കാര്യമില്ല. ഒരാളെ ആരെ സ്നേഹിക്കുന്നത് ഉള്ളിൽ സ്നേഹം ഉണ്ടാകണം. നിങ്ങളുടെ ഭർത്താവിനെ എന്താ പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ ഭാര്യയിൽ എന്താ പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ മക്കളിൽ എന്താ പ്രതീക്ഷിക്കുന്നത്? സ്നേഹം. ആ സ്നേഹമാണ് ഈ ലോകത്തിന് യേശു ക്രിസ്തു കൊണ്ടുവന്ന് തന്നത്. നമ്മുടെ സ്നേഹം ദൈവസ്നേഹം അല്ല പ്രിയമുള്ളവരെ. വേദപുസ്തകത്തില് നിങ്ങൾക്ക് വായിക്കാം, യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈശോ മുഖത്ത് നോക്കി ശിഷ്യന്മാരോട് പറയുന്ന ഒരു വചനം എഴുതി വെച്ചിട്ട് എന്താണെന്നറിയോ? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ വചനം. എനിക്ക് നിങ്ങളെ അറിയാം, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹം ഇല്ല. അനേക മനുഷ്യരറിയാം. സ്നേഹമൊക്കെ ലൗകിക സ്നേഹം കുറെ കഴിയുമ്പോൾ നിങ്ങളോടുള്ളത് ഇല്ലാണ്ടാവും പ്രിയമുള്ളവരെ. കുറെ കഴിയുമ്പോൾ നിങ്ങൾ ഇഷ്ടമില്ലാണ്ടാവും. എന്താ കാര്യം അറിയോ? നിങ്ങളെ സ്നേഹിക്കുന്നത് ദൈവസ്നേഹത്താലല്ല, മാനുഷിക താല്പര്യത്തിന്റെ പേരിലാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. അത് കുറെ കഴിയുമ്പോൾ ഇല്ലാണ്ടാവും. ഏത് മനുഷ്യനും ഇല്ലാണ്ടാവും. പക്ഷെ ദൈവസ്നേഹം, അതായത് മദർ തെരേസയുടെ വ്യത്യാസം. അതായത് മദർ തെരേസയ്ക്ക് കുഷ്ഠരോഗിയെ സ്നേഹിക്കാം, മന്ദബുദ്ധികളെ സ്നേഹിക്കാം, എയ്ഡ്സ് രോഗികളെ സ്നേഹിക്കാം. നമുക്ക് പറ്റുമോ? എനിക്ക് നല്ല ഭംഗിയുള്ളവരെ, നല്ല കാശുള്ളവരെ, എനിക്ക് സന്തോഷം തരുന്നവരെ ഒക്കെ ഞാൻ സ്നേഹിക്കാം. യേശു എന്താ പറഞ്ഞത്? ഞാൻ വന്നിട്ടുള്ളത് രോഗികളെ തേടി, പാപികളെ തേടി, നിരാശയെ തേടി, ഒറ്റപ്പെട്ടവരെ തേടി ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ക്രിസ്ത്യാനികളായി നമ്മളെ സംബന്ധിച്ചോളം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അടയാളങ്ങളാകണം പ്രിയമുള്ളവരെ. ഇന്ന് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനാൽ നമ്മുടെ ഉള്ളിലുള്ളത് വെറും ഭൗതിക സ്നേഹമാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൊലപാതകങ്ങളും ആത്മഹത്യകളും വർദ്ധിക്കുന്നത്. സഹിക്കാൻ പറ്റാതാണ്. സ്നേഹിച്ചവർ കൊല്ലും. അതൊക്കെ സംഭവിക്കുന്നത്. 2 ആഴ്ച മുമ്പ് എന്നെ സഹോദരി വിളിച്ചപ്പോൾ അച്ഛോ, അസോദരി ക്യാൻസറാണ്, ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. ഒരു ദിവസം ഞാൻ അച്ഛാ ഞാനൊരു മരുന്നൊന്നും കഴിക്കില്ല അച്ഛോ. എന്താ അങ്ങനെ പറഞ്ഞേ? വേണ്ട ഞാനൊരു മരുന്ന് കഴിക്കില്ല, ട്രീറ്റ്മെന്റ് എനിക്ക് വേണ്ട. എന്താ കാര്യം? ഇന്നലെ അവർക്ക് മക്കളില്ലല്ലോ. ഭർത്താവും അപ്പനമ്മയും കൂടി വീട്ടില് കൂടെ കഴിഞ്ഞിട്ട് ഭർത്താവ് പറയുമ്പോ ഇവളുടെ ഭർത്താവ് 15 ലക്ഷം രൂപ ക്യാൻസറിന് വേണ്ടി ചെലവഴിച്ചത് മനസ്സിലായോ? 15 ലക്ഷം രൂപ. അവൾ പറഞ്ഞു എനിക്ക് ട്രീറ്റ്മെന്റ് വേണ്ട. സഹോദര സഹോദരി, നിനക്ക് കാശ് ചെലവഴിക്കുമ്പോഴേ കുറിച്ചു വെക്കും. ഇത്ര കാശായി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു
മനസ്സിലായി? എന്നിട്ട് വചനങ്ങനെ കേട്ടോണ്ടിരിക്കുക. എന്നിട്ട് ഭയങ്കര വിളി, യേശുവേ നീ എന്തിനു വിളിക്കണം? സഹോദരങ്ങളെ, എന്തുകൊണ്ടാണെന്നറിയുമോ നമ്മുടെ ജീവിതം ദുഷ്കരമാകുന്നത്? നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹമില്ല. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? ആരെ സ്വന്തമാക്കാനാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്? യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് മരിച്ചത് എന്തിനാണെന്നറിയോ? ചോദിക്കേ. യേശു ക്രിസ്തു പറയുന്നു, നിന്നെ സ്വന്തമാക്കാനാണ് ഞാൻ ജനിച്ചത്, ജീവിച്ചത്, മരിച്ചത്. നമ്മൾ ആരെ സ്വന്തമാക്കാനാണ് പ്രിയമുള്ളവരെ ജീവിക്കുന്നത്? ആരെ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടാകും? സ്വന്തമെന്ന പദത്തിന് നൃത്തം. എല്ലാരും പോയിരിക്കുമ്പോ സ്വന്തമെന്ന പദത്തിന് എന്ത് എല്ലാവരും പോയി സ്വന്തമായിട്ടുള്ളവരൊക്കെ പോയി വെച്ചു. അപ്പോഴാണ് ചെയ്യുക. അതാണ് ഏത് പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താ ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാൻ പുസ്തകം ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പോ അടുത്ത പേജില് അതിന് മറുപടി ഉണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. എന്നിട്ട് എല്ലാത്തിനും സമയമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സമയമായിട്ടുണ്ടോ? സമയമായിട്ടൊരു കൈപിടിച്ച് സമയമായിട്ടില്ല. നിങ്ങളുടെ സമയമായിട്ടില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്. കൺവെൻഷൻ എന്ന് പറയുന്നത് വെറുതെ കുറെ ബൈബിൾ കൊട്ടേഷൻ കേട്ടു പോകാനല്ല. ഇവിടെ എല്ലാം ഇറങ്ങി പോകുമ്പോ ബോധ്യമുണ്ടാകണം. കണ്ണടയ്ക്കും ഒരു ദിവസം നമ്മൾ അന്ന് പിന്നെ നിങ്ങൾ ഒന്നും ഈ ലോകത്തിൽ കാണില്ല. ഞാൻ കഴിഞ്ഞൊരു ദിവസം ചെന്നപ്പോ ആ ചേട്ടൻ പറഞ്ഞു, എനിക്ക് അച്ഛനെ കാണാനില്ല കേട്ടോ. കാഴ്ച പോയി. നിങ്ങൾ ചിന്തിച്ചല്ലോ, നിങ്ങളുടെ ഇന്ന് രാത്രി നിങ്ങളുടെ കാഴ്ച പോയാൽ നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കാണാൻ പറ്റില്ല, ഭാര്യയെ കാണാൻ പറ്റില്ല, ഭർത്താവിനെ കാണാൻ പറ്റില്ല. 10-20 ലക്ഷം പേരാണ് അങ്ങനെ ഈ ഭൂമിയില് ജീവിക്കുന്നത്, ഇന്ത്യയിൽ ജീവിക്കുന്നത്. പെട്ടെന്നവളെ കണ്ടിട്ടില്ല. നിനക്ക് ഈ കണ്ണ് ദൈവം തന്നത് ആരുടെ സ്നേഹം കൊണ്ടാണ് സഹോദര സഹോദരി നിനക്ക് ഈ കണ്ണ് ഈ കാഴ്ച കിട്ടിയത്? ആരുടെ കഴിവുകൊണ്ടാണ് മകളെ നിന്റെ ഗർഭപാത്രത്തിൽ കുട്ടികളെ ജനിച്ചത്? നിന്റെ ഭർത്താവിന്റെ കഴിവുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ റോസിലേക്ക് ഉണ്ടാവില്ലല്ലോ. ഭർത്താവിന് കഴിവില്ലേ? അല്ല. 90 വർഷം കഴിഞ്ഞിട്ടാണ് അബ്രാഹത്തിന് ദൈവത്തെ സ്നേഹിച്ച അബ്രാഹത്തിന് ദൈവം മകനെ കൊടുത്തു. ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നല്ലോ, അബ്രാഹം എന്താ കുട്ടിയുണ്ട് എടുക്കാനാണ് നിനക്ക് കുട്ടിയാണോ സ്നേഹം, എന്നെയാണോ സ്നേഹം? അല്ല, നിനക്ക് കുട്ടിയാണോ സ്നേഹം, എന്നെയാണോ സ്നേഹം? എന്നോട് ചോദിക്കില്ല, നീ പറഞ്ഞു ഉത്തരം പറ. എനിക്ക് നീ കഴിഞ്ഞിട്ട് ആളുള്ളൂ. എത്ര പേർക്ക് പറയാൻ പറ്റില്ല? അബ്രാഹം പറഞ്ഞു 90 വർഷേ ഈ കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല. 10-12 വയസ്സ് ഞാൻ കണ്ടിട്ടുള്ള വർഷം കണ്ടിട്ടുള്ള. എന്റെ കുട്ടിയല്ല എനിക്ക് വരുന്നത്, നീയാണ് എനിക്ക്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ പലതും നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നു, കുറച്ചേ പതൊക്കെ ചെറുതാവും. അബ്രാഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം എന്ന് പറയാനുണ്ട്. എന്താണോ? നിനക്ക് അന്യന്റെ സ്നേഹം. അതെ, നിന്റെ മകൻ ഇസ്ഹാഖിനെ എനിക്ക് വേണ്ടി ബലി ചെയ്യണം. അബ്രാഹം രണ്ടാമത് ആലോചിച്ചില്ല. ദൈവത്തോട് പറഞ്ഞു, ചെയ്യാനോ? നിന്റെ മോനെ എനിക്കെന്റെ മോനെ ഉണ്ടായിരുന്നില്ലല്ലോ. 90 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് നിന്നെയാണ് പ്രീതിപ്പെടുത്തത്. എന്റെ മോന്റെ ഇഷ്ടം നോക്കാനല്ല. മോന്റെ ഇഷ്ടം നോക്കണ എത്ര അമ്മമാരുണ്ടെന്ന് അറിയാം. വിളിച്ചോട്ടെ മോന്റെ പ്രീതി. കാരണം പ്രായമാകുമ്പോ മക്കളുടെ സ്നേഹം കിട്ടണല്ലോ. അതിന് വേണ്ടിയിട്ട്
മക്കളെ പ്രീതിപ്പെടുത്തുന്ന എത്ര മാതാപിതാക്കൾ അവസാനം ആരുണ്ടാവില്ല. അബ്രഹാം പറഞ്ഞു, എനിക്ക് നീയും ഇനിയും മുൻപ് ലോകത്തില്ലേ. ജോബിനോട് ദൈവം ചോദിച്ചു, നിന്റെ സമ്പത്താണോ നിനക്ക് വലുത്, നിന്റെ ഭാര്യയാണോ നിനക്ക് വലുത്, ഞാനാണോ വലുത്? എനിക്കറിയണം. ജോബിനെ എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം ശരീരത്തിന് കുഷ്ഠം, അറക്കും, കണ്ടാൽ അറക്കുന്ന കുഷ്ഠം, പുഴുക്കൾ. ഭാര്യ പറഞ്ഞു, എന്നിട്ട് എന്തൊട്ട് തൂങ്ങി ചത്തൂടോ. വേദപുസ്തകത്ത് വായിക്കട്ടോ, അതിൽ എഴുതിയിട്ടുണ്ട്. ഭാര്യ പറഞ്ഞു ഭർത്താവിനോട്, താനൊക്കെ എന്തിനു ജീവിക്കണേ, പോയി തൂങ്ങി ചത്തൂടോ ചോദിച്ചു. ജോബ് എന്താന്ന് പറഞ്ഞറിയോ? ഭാര്യ, നീക്കെന്തിട്ടുണ്ടാവും, നിന്നെ കണ്ടിട്ടാണ് ഞാനിങ്ങനെ ചിരിക്കണമെന്ന്. നിന്നെ കണ്ടിട്ടല്ല, നിന്റെ സുഖം, നിന്റെ സൗന്ദര്യം, നിന്റെ സമ്പത്ത്, നിന്റെ ശുശ്രൂഷ എന്നെ കണ്ടിട്ടല്ല. മേലാൽ ഈ വാക്ക് നീ പറയുന്നത്. എനിക്കെന്റെ ദൈവം കഴിഞ്ഞിട്ടേ നീയുള്ളൂ. എത്ര ഭർത്താക്കന്മാരെ പറയുന്നു. ജോബ് പറഞ്ഞു, ഇതാണ് ദൈവസ്നേഹം. തിരുത്തി കൊടുത്തില്ലേ ജോബിനല്ല, കൊണ്ടുപോട്. അബ്രഹാം, എന്റെ മോനെ വേണോ? തരാമോ? മോറിയ മലമുകളിൽ വെച്ച് കൊച്ചിന്റെ കൈ കെട്ടിട്ട് പറഞ്ഞു, മോനെ നിന്നെയാണ് ബലി അർപ്പിക്കണേ. അല്ല അപ്പ എന്നെ നീ കഴിക്കണ. അപ്പനെ നിനക്ക് വിശ്വാസമല്ലോ. കണ്ണടച്ച് കിടക്കണ. കത്തിയെടുത്ത് ഉയർത്തിട്ട് പറഞ്ഞു, ദൈവം ഇല്ല എന്റെ ജീവിതത്തിൽ. ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല ഭാരതത്തിൽ. പ്രിയമുള്ളവരെ, അബ്രഹാം പറഞ്ഞു, എനിക്ക് എന്റെ മോന്റെ സ്നേഹമല്ല. കത്തി താത്തുകൊള്ളും ദൈവത്തിന്റെ ശക്തി നടന്നു കൊടുക്കും. അബ്രഹാം അരുത്. എനിക്ക് മനസ്സിലായി. ശ്രദ്ധിച്ചു കഴിയേണ്ടി വാങ്ങിച്ചു പറയുന്നത്, എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? നീ എന്നെയാണ് സ്നേഹിക്കുന്നത്. മാതാപിതാക്കളെ എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിൽ പറയാൻ ചോദിക്കേ, എനിക്ക് നിന്നെയാണ് എല്ലാത്തിനും സ്നേഹം പറയും. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ ദൈവപുത്രന്മാരും ദൈവപുത്രികളാണ്. ആകണം, അല്ലെങ്കിൽ ലൈഫ് വേസ്റ്റ് ആണ്. അനേകം പേരുടെ ജീവിതത്തിന്റെ അവസാനം നിരാശപ്പെട്ടിട്ടാണ് പ്രിയമുള്ളവരെ മരിക്കുന്നത്. എന്തിനിങ്ങനെ ജീവിച്ചോ, ആർക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിച്ചോ. കരയുന്ന അനേകം അപ്പനമ്മമാരിന്ന് നമ്മുടെ സമൂഹത്തിൽ. കാരണം ഈ ലോകത്തിലെ വസ്തുക്കളെ അല്ല സ്നേഹിക്കുന്നത്, ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ആർക്ക് വേണ്ടി പ്രിയമുള്ളവരെ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്? എന്ത് സ്വന്തമാക്കാനാണ് നമ്മൾ ജീവിക്കുന്നത്? യേശു ക്രിസ്തു നമ്മളെ സ്വന്തമാക്കാനായിട്ട് ജീവൻ പോലും കൊടുത്തിട്ട് പറഞ്ഞു, ശാരോനിലെ റോസപ്പൂവാണ് എനിക്ക് നീ, ശാരോനിലെ റോസപ്പൂവാണ് എനിക്ക് നീ, ഒരു നാളിൽ നിൻമുഖം ദർശിക്കും ഞാൻ, നീ എന്റെ സ്വന്തം, ഞാൻ നിന്റെ സ്വന്തം, നീ എന്നും എന്നിൽ, ഞാനെന്നും എന്നിൽ. ശാരോനിലെ റോസപ്പൂവാണ് എനിക്ക് നീ. നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ എന്തൊരു സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നവരായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ആനന്ദം. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്തൊരു സന്തോഷം നിങ്ങൾക്ക്. അതുപോലെ ദൈവത്തിന്റെ സന്തോഷം എന്തായിരുന്നു അറിയോ? ദൈവത്തിന്റെ മക്കളിൽ ദൈവത്തിന് തന്നെ എത്ര സന്തോഷമായിരുന്നു. പക്ഷെ അവർ ദൈവത്തെ മറന്നു.
ഒരു ദിവസം ആദേട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ഹൗവേച്ചയുടെ കയ്യിലെ ഒരു പഴം, മൂത്ത ആൾക്കാരല്ലേ, നമ്മൾ അങ്ങനെ ആദം വിളിക്കാൻ പാടുന്നത്. അപ്പൊ ആദം ചോദിച്ചിട്ട് എന്താണ് തിന്നാൻ പാടില്ല ആര് പറഞ്ഞു? എന്താണ് പറയുന്നത്? അതൊന്നും പിന്നോട്ട് കുഴപ്പമില്ല. ഹവ്വയുടെ സുവിശേഷം. അപ്പൊ ആദം കുഴപ്പമില്ല, അങ്ങനെയാണ് തുടങ്ങുക എല്ലാ കാര്യങ്ങളും. ഏത് ആ വാക്കോടെ പഠിച്ചു വെച്ചോളാം. എന്താ ആദ്യം പറയുന്നത്? ആദ്യം പറയേണ്ടത് കുഴപ്പമില്ല എന്നാണ് കേട്ടോ. ആദ്യം കുഴപ്പമില്ല, അതൊന്നും ബാക്കിയൊക്കെ ശരിയായിക്കോളും. ആദ്യം പറയണത് ഒന്നും കുഴപ്പമില്ല, ഏത് ഒന്നും കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. ഏത് ഈ കളിയുടെ കാര്യം വെറുതെ കളിയുന്നത്. അതൊന്നും കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, തിന്നി സ്നേഹം പങ്കുവെക്കണമല്ലോ. അപ്പൊ തിന്നി തിന്നില്ല, അരുത് പറഞ്ഞിട്ട് തിന്നുന്ന പ്രശ്നമില്ല. തിന്നില്ലേ? തിന്നില്ല. ആദ്യം നല്ല മനുഷ്യനായിരുന്നു, അവസാനത്തിൽ കേൾപ്പിച്ചത് തിന്നെ 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 എന്ന് പറയുന്നത്. അവസാനം ഹവ്വ തുറുപ്പെടുത്തി, തുറുപ്പ് ചീട്ട് കളിക്കുമ്പോൾ തുറുപ്പില്ല, അതെടുത്തിട്ട് പറയും തിന്നില്ലേ? തിന്നില്ല. തിന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കില്ല. നീ സ്നേഹിക്കില്ലേ? ഇല്ല, സ്നേഹിക്കില്ല. തിന്നണം. നിങ്ങളാണെങ്കിൽ എന്ത് പറയും? കേട്ടാ, സ്നേഹിക്കില്ല എന്ന് പറഞ്ഞിട്ടും ആർക്കൊരു പ്രശ്നമില്ല. ഭാര്യ നിങ്ങൾ സ്നേഹിക്കില്ല എന്ന് പറഞ്ഞാൽ പോലെ വിഷമമുണ്ടാകും. കേട്ടാ, ആർക്കില്ല വിഷമം. എന്താ കാര്യം? അവർ സ്നേഹിക്കേണ്ട എന്നെ സ്നേഹിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ കാത്തിക്കണം. നിന്റെ കൂടെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ പറയാം, പക്ഷെ ആദത്തിന് അങ്ങനെ പറയാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് ആ കൂടുതൽ പെണ്ണുള്ളോ ഈ ലോകത്ത്? അതാരാ? അവള് സ്നേഹിക്കില്ല. ഏത് പെണ്ണിനെ സ്നേഹിക്കും? അവൾ തൂർപ്പ് ഭയങ്കര തൂർപ്പട്ട സംഭവം വലിയൊന്നും. അത് പറഞ്ഞെങ്കിൽ ഞാൻ എന്നില്ലെങ്കിൽ ഞാൻ സ്നേഹിക്കില്ല. നിങ്ങൾ ആലോചിക്കും, വെറും മനുഷ്യന്റെ ലൗകികമായ സ്നേഹത്തിന് വേണ്ടിയിട്ടല്ലേ ഇന്ന് ഈ ലോകത്തിലെ മനുഷ്യൻ സ്വത്തും പണവും കൊലപാതകങ്ങളും ഒക്കെ നടത്തുന്നത്? വെറും മനുഷ്യന്റെ ചീഞ്ഞു പോകുന്ന മനുഷ്യന്റെ സ്നേഹത്തിന് വേണ്ടി. ഇന്ന് നിന്നെ സ്നേഹിച്ചു, നാളെ വരില്ല. ദൈവത്തിന്റെ സ്നേഹത്തെ മറന്ന്, നന്മകൾ ദൈവത്തിന്റെ കൃപകളെ മറന്ന് അവസാനം എവിടെ പോയി? നിന്നെ സ്നേഹിച്ചത് എവിടെ പോയടാ? എവിടെ പോയി? ദൂരത്തോട് ചോദിച്ചു നോക്കിയാ നിന്റെ ഫ്രണ്ട്സിനോട് പോയി, അവരൊക്കെ കാശ് കഴിഞ്ഞപ്പോ പോയി വെച്ചോ. നിനക്ക് അസുഖം നോക്കിയ റോസിലെ നിന്നെ വേണ്ടിട്ട് എല്ലാവരും പോവും. ഇപ്പൊ നിനക്ക് അസുഖമില്ലാത്ത കാലത്തെ സ്നേഹിക്കേ. നിനക്ക് അസുഖം നോക്കിയ കിഡ്നി പോയി വെക്കുന്നില്ലേ? നിന്റെ കിഡ്നി പോയാൽ ആര് തരും? അങ്ങനെ ഇത് പറഞ്ഞിട്ട് കിഡ്നി വരും. അവസാനം ആദത്തിന് കൊടുത്തില്ല, ഇതെങ്കിൽ ഞാൻ സ്നേഹിക്കില്ല. അവസാനം ആദത്തിന്റെ വായില അവസാനം തള്ളി കയറ്റി കണ്ട ദിവസം ആദത്തിന് മനസ്സിലായി ഇത് പ്രശ്നമാണ്. ചാടി നൊട്ടപ്പെടുത്തൽ വേണ്ടി അവനാണ് കളിക്കുന്നത്. അവൻ സാധനം കേട്ടോ, ഞാൻ കണ്ടു പറഞ്ഞ അവസരം ചില ചേച്ചിമാര് അപ്പം തപ്പി. അതവിടെ ഉണ്ടാവില്ല. അവിടെ ഉണ്ടെങ്കിൽ അത് തൈറോയിഡാണ്. വേണമെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് ചികിത്സ തരാമെന്നാണ്. പ്രിയമുള്ളവരെ, അന്ന് ആ തെറ്റല് നിങ്ങൾ കല്യാണം കൊടുക്കുന്നല്ലേ? കല്യാണം കഴിക്കുന്നൊക്കെ എന്തായിരുന്നു സ്നേഹം? ഇപ്പോഴത്തെ അവസ്ഥാനം ചോദിക്കും. ഞാൻ പറഞ്ഞു നീ കേൾക്ക്, നീ പറഞ്ഞു ഞാൻ കേൾക്ക്, ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്ക്, നിങ്ങൾ പറഞ്ഞു ഞാൻ കേൾക്ക്. എന്തെല്ലാം പ്രശ്നമില്ല. അന്ന് ആ സംഭവം നടന്ന അന്ന് മുതൽ ആദത്തിന്റെ ഹവ്വയുടെ കുടുംബത്തിന്റെ സ്നേഹവും സന്തോഷവും കൂടി. എല്ലാ ദിവസവും പടക്ക ആദം പറയും, നീ ഒരു കാരണമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. ആരോഗ്യ പറ ഹവ്വ. അപ്പൊ ഹവ്വ പറയും, നിങ്ങൾ എന്തിനാ എന്നെ കുറ്റം പറയുന്നത്? നീ തന്നിട്ടില്ല, ഞാൻ പലതും തരും, തനിക്ക് തിന്നേണ്ട വല്ല ആവശ്യമുണ്ടോ? അങ്ങനെ പറയരുത്. നീ എന്റെ വായിൽ കുത്തി കയറ്റിയാലും തിന്നത് താനല്ല. എന്റെ വെക്കിട്ട് കാരണം നീ ഒരു കാരണം താനൊരു ഇങ്ങനെ അങ്ങോട്ട് വഴക്ക് എപ്പോഴും കഴിഞ്ഞിട്ട് അത് കണ്ടുപിടിച്ചിരുന്ന ആൾക്കാരല്ലേ നമ്മളൊക്കെ. തലമുറ
പ്രിയമുള്ളവരെ, കല്യാണം കഴിക്കുന്നവങ്ങൾ തന്നിടാൻ വേണ്ടിയിട്ടാണോ കല്യാണം കഴിക്കുന്നതല്ല. എന്തൊരു സ്നേഹത! നിങ്ങൾ ചിരിച്ചിരിച്ച് ഇവിടെയൊക്കെ വേദന കല്യാണത്തിന് ഓരോ ഫോട്ടോ എടുക്കണം. അവിടെയൊക്കെ വേദന എടുത്തിട്ട് കാരണം എല്ലാവരും വലിയ കുറെ കഴിയുമ്പോൾ ചിരിക്കാൻ പറ്റാണ്ടായില്ല. എന്നോട് ചിരിക്കരുത്, ഫോട്ടോ ശരിക്കും ചിരിക്കരുത്, കാലത്ത് ചിരിക്കാൻ ചേട്ടാ മതി. പ്രിയമുള്ളവരെ, എന്തൊരു സന്തോഷത്തോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആദ്യം അമ്മ വിട്ടതുപോലെ നിങ്ങൾ വിട്ടതല്ലേ? എന്താ പറ്റിയ? കാലങ്ങൾ കഴിയുമ്പോൾ ദൈവസ്നേഹം ഇല്ലാണ്ടായി. അവനവന്റെ ആഗ്രഹങ്ങൾ, അവനവന്റെ സുഖങ്ങൾ, അവനവന്റെ ഇഷ്ടങ്ങള് തകർന്നു പോയി. കുടുംബം അതിൽ കുറെ മക്കളുണ്ടായി. ആ മക്കളെങ്ങനെ ഉണ്ടാവും? അങ്ങനെ മക്കളുണ്ടായവരുണ്ടായിരുന്നത് ഈ ലോകത്തിലെ വസ്തുക്കളെ നേടിയെടുക്കാനുള്ള പരാക്രമം ദൈവത്തെ മറന്നു. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവ്വവും. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവ്വവും. ജീവിതത്തിൽ നമുക്കുള്ളതെല്ലാം നിനക്ക് എന്തൊക്കെയുണ്ടോ ദൈവം തന്നതാണ്. പാട്ടൊക്കെ പാടണം. ഈ പാട്ടൊക്കെ പാടുമ്പോൾ ഞാൻ ആലോചിക്കാൻ, ഈ പാട്ടൊക്കെ പാടുന്നപ്പോ സത്യമായിട്ട് പാടിയില്ലെങ്കിൽ ആലോചിക്കാറുണ്ട്. ഒരവസരത്തിൽ ധ്യാനത്തിന് പാട്ട് കേട്ടപ്പോ ഞാൻ ആരാധന നടക്കുന്നത്. ഇവരെ പാട്ട് കേട്ട പക്ഷെ ഞാൻ പാട്ടുകാരെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. അപ്പൊ ആ പിള്ളേരൊക്കെ നോക്കി അച്ഛനൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. സംഭവം അവരെ എന്തുട്ട പാടേനെ കേട്ടാൽ നമ്മുടെ നെഞ്ച് ചാമ്പ് പൊളിച്ചു പോകേണ്ട പാട്ടാ കാണുന്നത്. എന്നുള്ള പാട്ട്? സർവ്വതും യേശുനാമനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ ഞെട്ടിപ്പോയി. ദൈവം, ഇവര് സർവ്വ യേശുനാഥനെ സമർപ്പണം ചെയ്യുന്ന ആൾക്കാരാണ്. സർവ്വ യേശുനാഥനായി കൊടുക്കാൻ എങ്ങനെ കഴിയണം മക്കളെ? അത് പിന്നെ സഹിക്കും. അത് കഴിഞ്ഞിട്ട് ചരണം ഒരു വരവ് ഒന്നും മോനെ. ചരണം എന്റെ ദൈവം, എന്റെ ദൈവം, നീ എനിക്ക് തന്നതൊക്കെയും എന്റെ ദൈവമേ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ശരീരം പോലും കൊടുക്കാൻ പോകുന്നു. ഞാൻ അങ്ങനെ നോക്കി. അപ്പൊ ഇവരെല്ലാം അച്ഛനോട് ചിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ പുറത്തു വന്നു. അപ്പൊ ഈ പിള്ളേര് വന്നിട്ട് അച്ഛൻ ചിരിക്കുന്നത് സഹിക്കാൻ പറ്റാത്ത ഇങ്ങനത്തെ മനുഷ്യരെ അപൂർവമായിട്ട് കാണാൻ പറ്റുള്ളൂ. എന്ത് സർവ്വ യേശുനാഥനായി ശരീരം പോലും കൊടുക്കാനായിട്ട് തീരുമാനിച്ച ആൾക്കാരല്ലേ ആര് നിങ്ങൾ? അത് പാട്ടല്ലേ? ദൈവം ചെയ്ത് നോണ പാടരുത്. നോണ പാടരുത്. എന്തോരം നോണ ഉണ്ടാക്കിയിട്ടാണ് പാട്ടുണ്ടാക്കുന്നത്. ഓരോ പാട്ടുകളും സ്വന്തമായൊന്നുമില്ല. ഇവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. എന്തിനാണ് ഇങ്ങനെ എഴുതി പാടുന്നത്? ഞാൻ മനസ്സിലാക്കാൻ പറ്റും. അയാൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. 13 ഏക്കർ സ്ഥലം, 4 വീടില്ല. ഇതെല്ലാം പാടല്. സ്വന്തമായൊന്നുമില്ല. എന്തിനാണ് ഇങ്ങനെ തമ്പുരാണ് സ്വന്തമായിട്ടൊന്നുമില്ല. ഞാൻ പാട്ടം പഠിക്കുന്നത്. സഹോദരനെ, സത്യസന്ധനായി ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സമ്പത്തുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതായത് ആദിമ ക്രൈസ്തവர்களுക്കറിയോ, നമ്മളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് അവരുടെ സമ്പത്ത് എന്തായാലും അറിയോ? യേശു ക്രിസ്തുവായിരുന്നു അവരുടെ സമ്പത്ത്. സർവ്വതും വിറ്റിട്ട് പത്രോസിന്റെ കാലിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സ്വത്തൊന്നും വേണ്ട, ഇനി എന്റെ പണം, എന്റെ പറമ്പ് എന്ന് പറയണ്ട, ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും. അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായത്. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? ഇതെന്റെ പറമ്പ്, മതിൽ കെട്ടി, ഇതെന്റെ വീട്, എന്റെ കാശ്, എന്റെ കാശ്. ആദിമ ക്രൈസ്തവർ ജീവിച്ച ഒരു ഹൃദയവും ഒരു ആത്മാവും അവരൊന്നും സ്വന്തം എന്റേതെന്ന് അവർ കരുതിയില്ല. അതിനു വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ പള്ളിയൊക്കെ അച്ഛന്മാരൊക്കെ വന്നിട്ട് നിങ്ങളോട് പറയാം, നമുക്ക് അങ്ങനെ ജീവിക്കണം. പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഒരു ഇഞ്ച് സ്ഥലം
ഒരു പാല തോമാച്ചനെ കൊണ്ട് ആശുപത്രി കൊണ്ടുകൂടി നെഞ്ചത്ത് വേനേണ്ട പെട്ടെന്ന് അറ്റാക്ക് വന്നതാ. ആശുപത്രി 4 മക്കൾ ആശുപത്രി ഡോക്ടറെ കേട്ടിട്ട് അപ്പഴേ തിരിച്ചു തരണം. ഞാൻ പറഞ്ഞു ഞാൻ ദൈവമല്ല, കിട്ടിയാ കിട്ടി, പോയാ പോയി. KKPP കിട്ടിയ കിട്ടി, പോയാ പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചോ. അങ്ങനെ ഈ തോമാച്ചനെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ആശുപത്രി ചെന്നാലേ ഡോക്ടർമാർക്ക് ഒരു ശുശ്രൂഷയിട്ടോ അത് നെഞ്ചത്ത് കയറി ഇരുന്നവരിക്കും. അത്ര സ്ട്രോങ് ആയിട്ട് പിടിച്ചാൽ ഈ സാധനങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കണേ. അപ്പൊ ഇതിന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി കൊല്ലാനല്ല, ഇടിക്കൊണ്ടിരിക്കുമ്പോ ചിലപ്പോൾ പൊട്ടും. നിങ്ങളിപ്പൊ പേടിക്കണ്ട, അപ്പൊ പേടിച്ചാൽ മതി. ഇതിലിപ്പം പേടിക്കുന്നത് ആ സമയത്താണ് നിങ്ങൾ പേടിച്ചാൽ മതി. ഇടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തോമസ് കണ്ടു. തോമസിന്റെ ഡോക്ടർ പറഞ്ഞു, വിട്ടുകൊടുക്ക ചേട്ടാ, വിട്ടുകൊടുക്ക്. ഇല്ലടോ ഇല്ലടോ ചേട്ടാ, വിട്ടുകൊടുക്കാൻ ഇല്ലടോ. എടോ ശ്വാസം വിടാൻ അത് വിടാം. പിന്നെ ഏതാ വിടില്ല ചാവുന്നത് വിട്ടുകൊടുക്കേ വിടനെ വിടനെ. ഞാൻ ആലോചിക്കും ചില സ്ഥലത്തിലൊക്കെ പോകുമ്പോഴേ ലോകക്കാട്ടിന്റെ മൂക്കിൽ 2 റോള് പഞ്ഞി കാലിനെ കെട്ടു 4 കെട്ട് കെട്ടിയില്ല കിടക്കുന്നത്. അതാണ് 4 കെട്ട്. ഒന്ന് നിങ്ങളുടെ കഴുത്തിൽ കെട്ടിയത്, ഭാര്യയുടെ കഴുത്തിൽ. ആദ്യത്തെ കെട്ട് കഴുത്തിൽ കെട്ടും, രണ്ടാമത്തെ കെട്ട് നാല് കെട്ടും, രണ്ടാമത്തെ കെട്ട്, രണ്ടാം കെട്ട്, മൂന്നാമത്തെ കെട്ട് കയ്യിൽ 2 കുട്ടി കെട്ടും, നാലാമത്തെ കെട്ട് നല്ലവരെ കുട്ടി കെട്ടും. 4 കെട്ട് കെട്ടിയിട്ട് വീഴണം. 4 കെട്ട് കെട്ടി കിടക്കുന്ന ലോകക്കാരെ നോക്കുമ്പോൾ ഞാൻ അറിയിട്ട് ലോകപ്പാ തനിക്കിവിടെ എന്തോരം സ്ഥലമാണ്, 1 ഇഞ്ച് സ്ഥലം ഈ പാവപ്പെട്ടവരെ കൊടുത്തിട്ടില്ല. 19 ഏക്കർ സ്ഥലം തനിക്ക് എനിക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുക്കോ. ലോകപ്പാ മൂക്കിൽ മഞ്ഞ് വെച്ച് കിടക്കുന്ന ലോകപ്പാ കൊണ്ടോടാ, കൊണ്ടോടില്ല. കുറെ സ്വന്തം സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കത്തില്ലേ. എന്റെ ഭാര്യയില്ല, ഭാര്യനെ കൂട്ടിക്കൊണ്ടോടാ. ഈ കൊണ്ടോടില്ല ലോകപ്പാ എന്നൊക്കെ പറയാൻ ചോദിക്കുന്നത് എനിക്ക് തോന്നും. മറ്റേ ആർക്കും ഓർമ്മയില്ലാത്ത കാരണം ഞാൻ ചോദിക്കാറില്ല. ചോദിച്ചിട്ട് ആൾക്കാരിക്കും. സഹോദരങ്ങളെ, ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകുമ്പോൾ ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചിട്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരായി തീരരുത്. നിങ്ങൾ ക്രിസ്തുവിന്റെ സ്വന്തമായിട്ട് ജീവിക്കണം. ക്രിസ്തുവിന്റെ സ്വന്തം ആ സ്നേഹമാണ്. നിങ്ങളുടെ ഉള്ളിൽ തുറന്നു നോക്കിയാൽ അതിനുള്ളിൽ ഉണ്ടാകണം ക്രിസ്തുവിനോടുള്ള സ്നേഹം. 100 അനുഭവങ്ങളുണ്ട്. ഞാൻ UK ചെറുപ്പക്കാരൻ നേഴ്സാണ്. അവന്റെ കൂടെ അവിടുത്തെ ഒരു ബ്രിട്ടീഷുകാരി ക്യാൻസർ ആയിട്ട് കിടക്കുകയാണ്. അപ്പോ അവിടേക്ക് നേഴ്സുമാർ അവിടെ ചെന്നിട്ടാണ് ചികിത്സിക്കുക. വീട്ടിൽ ഞാനിപ്പോ നല്ല പെയിനാണ്, ബോൺ ക്യാൻസർ ആണ്. അപ്പൊ ഒരു ഇഞ്ചക്ഷൻ പെയിൻ കില്ലർ അത് കുത്താനാ പോണത്. ഞാനും പോയില്ലായിരുന്നു. അവിടെ ചെന്നപ്പോ ആ ലേഡി അവിടെ കട്ടിൽ കിടക്കുന്നുണ്ട്. സിറിഞ്ചിൽ മരുന്ന് ആ ലേഡി പറയുന്നു, നോ ഐ ഡോണ്ട് വാണ്ട് പെയിൻ കില്ലേഴ്സ്. എനിക്ക് വേദന കുറയ്ക്കണം, മരുന്ന് വേണ്ടാന്ന്. അപ്പൊ ചോദിച്ചു അപ്പൊ ആ ലേഡി പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു, ദിസ് ഈസ് മൈ ലാസ്റ്റ് ചാൻസ് ടു സഫർ ഫോർ മൈ ജീസസ്. എന്റെ യേശുവിന് വേണ്ടി സഹിക്കാനുള്ള അവസാനത്തെ അവസരമാണിത്. ഐ ഡോണ്ട് വാണ്ട് പെയിൻ കില്ലേഴ്സ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ സഹിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങൾ സഹിച്ചിട്ടുണ്ടാവും, സഹിക്കും. ഭാര്യയ്ക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ടാവും. പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ക്രിസ്തുവിന് വേണ്ടി സഹിച്ചിട്ടുണ്ടെന്ന് പറയാൻ അവകാശമുണ്ടോ? ഉണ്ടാകണം. അപ്പോഴാണ് ദൈവസന്നിധി ചെല്ലുമ്പോൾ പറയാൻ പറ്റുക, സഹിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ സഹിച്ചിട്ടുണ്ട്. നിന്റെ ഭർത്താവിന് വേണ്ടി സഹിച്ചത് ഭർത്താവ് മരിക്കുമ്പോൾ അവസാനിക്കും. നീ ഭാര്യയ്ക്ക് വേണ്ടി സഹിച്ചത് ഭാര്യ പോകുമ്പോൾ അവസാനിക്കും. നീ ക്രിസ്തുവിന് വേണ്ടി. അങ്ങനെയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ആദ്യമ ക്രൈസ്തവർ സഹിച്ചത്. അവർ ക്രിസ്തുവിന് വേണ്ടി സഹിച്ചതിന്റെ രക്തത്തുള്ളികൾക്കിട വിശ്വാസത്തിന്റെ പ്രകാശമാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളത്. വെറുതെ സംസാരിക്കുന്നില്ല. നമ്മൾ കുറെ കൊട്ടേഷൻ പറഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ആലോചിക്കണം, ഞാൻ ഈ ഭൂമിയിൽ ഇത്ര കാലം ഉണ്ടാകും. അത് കഴിഞ്ഞ് കടന്നു പോകുമ്പോ ആരും കരയൊന്നും വേണ്ട. പോകുന്നേ തേടി ദൈവത്തോട് തുറങ്ങിട എത്തുന്നേ സ്വന്തം
ഇരിക്കട്ടെ, ഈ ശരീരം ക്യാൻസർ വരാണ്ടിരിക്കട്ടെ, കിഡ്നി പോവാണ്ടിരിക്കട്ടെ, എന്തോരം പ്രാർത്ഥിച്ചാലും മരിക്കും. ഞാന് നല്ല ഒരു ചെറുപ്പം അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം എന്നല്ല, അമ്മ വരപ്പെടുന്ന ശരി അമ്മേനെ പ്രാർത്ഥിക്കാൻ വീട്ടിൽ ചേരും. അപ്പോ 10-98 വയസ്സായിട്ടാണ് മതി. അങ്ങനെയൊക്കെ നിൽക്കുമ്പോ പ്രാർത്ഥിക്കുന്നതിൽ എനിക്കൊരു വിഷമം ഉണ്ടാവാറുണ്ടില്ല. എന്നിട്ട് പ്രശ്നം അറിയാം, സാധാരണ നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ഈ അസുഖം മാറ്റി സൗഖ്യം കൊടുക്കണമെന്ന്. 92 വയസ്സായ അമ്മാമിക്ക് വേണ്ടിയിട്ട് എന്തുണ്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവേ 92 വയസ്സായ അമ്മാമിയെ എഴുന്നേൽപ്പിച്ച് നല്ല PT ഉഷോടെ ലോഡാങ്ങനെ കൈ കൊടുക്കണം. പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. എന്തെന്ന് പ്രാർത്ഥിക്കുക. 92 വയസ്സായിട്ട് നിങ്ങൾക്ക് എടുക്കണം നോക്കിയാ. അപ്പൊ ഞാൻ വന്ന് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ മോഹം കണ്ട, എനിക്ക് മോഹം കണ്ടത് നിങ്ങൾക്ക് 92 വയസ്സാകുമ്പോൾ ഞാൻ ഈ ലോകത്തിന്റെ അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ അമ്മാവിനെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവെ ആശ്വാസം കൊടുക്കുക പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. കാറിൽ കയറി 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ അവന്റെ ഫോൺ. അച്ഛാ എന്നല്ല, അച്ഛൻ തന്നെ വരണം. ഞാനല്ല പോണത്. അല്ല, അച്ഛൻ തന്നെ വരണമെന്ന്. ഞാനെന്റെ ജീവിതത്തിലുള്ള ഞാനെന്നെ വന്നത്. അല്ല, അമ്മ മരിച്ചു. ലോട്ടറി കിട്ടിയ സന്തോഷത്തിലാണ് അവൻ പറഞ്ഞു. സാധാരണ അമ്മ മരിച്ചു തരും. അമ്മ മരിച്ചു. ഞാൻ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചില്ല, അമ്മ മരിച്ചു. അച്ഛൻ തന്നെ നാട്ടിൽ പറയണം. എന്റെ അമ്മയെ അങ്ങനെ ഒരു കുഴപ്പമില്ല, ഞാൻ അല്ലല്ല, അച്ഛൻ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടാ മരിച്ചത്. അച്ഛൻ തന്നെ വന്നിട്ട് നിങ്ങളൊക്കെ ആലോചിച്ചോണ്ട കുറെ കഴിയുമ്പോ നിങ്ങളുടെ മക്കൾ ഇതുപോലെ അച്ഛന്മാരെ എന്തെങ്കിലും വിടും. എന്തിനാ? കുറെ നാളെ ഇതൊക്കെ എടുക്കണം, എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് കിട്ടാൻ അച്ഛൻ തന്നെ വന്ന് പ്രാർത്ഥിച്ച് വേണം. അങ്ങനെ സമയങ്ങൾ വരുമ്പോഴേ നമ്മുടെ മക്കൾക്ക് നമ്മളൊന്ന് ഒഴിഞ്ഞു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിന് തെറ്റൊന്നും കരുതണ്ടോ. പോകണം, പണിക്ക് പോകുന്നപ്പോൾ മക്കളെ നമ്പിയിട്ട് ജീവിക്കരുത്. ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഉള്ളിൽ ഒതുക്കിയിട്ട് ജീവിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഈ മക്കളൊക്കെ എന്നെ വിട്ടു പോകണോ. അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രശ്നം ചർച്ച നടക്കുമല്ലോ. ഞാൻ പറഞ്ഞു ശരി, ഞാൻ വന്നോളാം എന്തായാലും. പക്ഷെ എനിക്ക് നീ ഒരു ഉപകാരം ചെയ്തല്ലോ. എന്ത് വേണമെങ്കിൽ ചോദിച്ചോളാം. എന്റെ അമ്മയെ പ്രാർത്ഥിച്ചിട്ട് മരിച്ചാവും ഓഫർ വെക്കണം. ഓണത്തിന്റെ കാലല്ലേ, അതുപോലെ ഓഫർ എന്ന് പറയുന്നത്. അച്ഛൻ എന്ത് വേണമെങ്കിൽ ചോദിച്ചു. അവന്റെ അമ്മ മരിച്ചത് ഓഫർ എനിക്ക് എന്ത് അച്ഛൻ എന്ത് വേണമെങ്കിൽ ചോദിച്ചോളാം. കുറെ ആൾക്കാരെ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യം നടന്നതിന്റെ സന്തോഷം പറയണ പോലെ അവൻ പറയണേ. ഞാൻ ഈ വിചാരിച്ച കാര്യമല്ല പറയണത്. അച്ഛൻ എന്താ വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു ചോദ്യം കിട്ടി കഴിഞ്ഞാൽ ഞാനെന്താ വല്ല പമ്പരടിച്ച് പോലുള്ള. എടാ ഞാൻ പറഞ്ഞ കേൾക്കില്ലേ? എടാ എനിക്കൊരു ഉപകാരം ചോദിച്ചില്ല. അച്ഛൻ പറഞ്ഞു എന്ത് വേണം ഞാൻ ചെയ്യാം. നീ തന്നോട് പറഞ്ഞു. ഓക്കെ, ദയവ് ചെയ്ത് ഇതിനത്ര പബ്ലിസിറ്റി കൊടുക്കരുത്. അത് മാത്രം നീ ചെയ്തത്. കാരണം ഇതിൽ മരിച്ചിട്ട് പിന്നെ ഫോൺ വിളിക്കുന്നത് എന്താ പറയുന്നത്? ഹലോ, ആ ചേച്ചില്ലേ? അതെ, അമ്മ പ്രാർത്ഥിച്ചു. ഞാൻ ചേച്ചി വിളിച്ച് വിളിക്കും. പബ്ലിസിറ്റി കൊടുക്കാൻ വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റണില്ല. ഇനി ഇതെന്റെ പബ്ലിസിറ്റി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹലോ ഡേയ്സ് അല്ലേ? അതെ, മീനങ്ങാടി. എന്താ അച്ഛൻ പ്രാർത്ഥിക്കണം എന്തിനും? അപ്പം ഞാൻ കേൾക്കണം. അത് ഹലോ, അതെ തിരുവനന്തപുരത്ത് തന്നെ. അപ്പൊ അവിടെ കൂടെ അമ്മയ്ക്ക് വയലിൽ കിടക്കണേ. അമ്മൊന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് വേറെ പണിക്ക് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മോനെ പബ്ലിസിറ്റി കൊടുക്കണം. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നിങ്ങളുടെ ആരോഗ്യം പോയി കഴിയുമ്പോ, നിങ്ങളുടെ സൗന്ദര്യം പോയി കഴിയുമ്പോ ഈ ലോകം നിങ്ങളെ കരുതെന്നറിയോ? ഒന്നും പൊക്കോട്ടേന്ന്. അതാ ഞാൻ അതൊരു പാട്ട് പാടില്ലേ, നിങ്ങളെ സ്നേഹിക്കുന്നവൻ ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹം. പൗലോസ്ലീഹ പറയുന്ന വാക്കുകൾ പ്രിയമുള്ളവരെ, പൗലോസ്ലീഹ പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നു എന്ന വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കണം.
ഈ ബൈബിളുണ്ടല്ലോ, നിങ്ങൾ എല്ലാ ദിവസവും ഇരുന്ന് മനസ്സിരുത്തി വായിച്ചാൽ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും. ഇത് ദൈവത്തിന്റെ മരുന്നാണ്. നമ്മളിത് വല്ലപ്പോഴും വായിക്കണല്ലോ അല്ലേ? 2 കൊരിന്ത്യർ 5:14 ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഉത്തേജനം, ഇൻസ്പിരേഷൻ. അതായത് മാതാപിതാക്കൾ 12 സ്ത്രീകൾക്ക് യേശു കൊടുത്തു. ഏത് ഫ്ലൈറ്റിലാണ് തോമസ് ലീഗ കൊടുക്കലൂർ വന്നതെന്നറിയോ? അറിയോ? അറിയാൻ പോലെയാണല്ലേ? ഏത് ഫ്ലൈറ്റിലാണ് വന്നേ തോമസ് ലീഗ? അതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. എന്നിട്ട് താഴെ പറയണമെന്നറിയോ? ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി ജീവിക്കാം. നമ്മളൊക്കെ ജീവിക്കുന്ന ആർക്കൊണ്ടില്ല. എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു, എനിക്ക് വേണ്ടി പുട്ടുകുത്തുന്നു, എനിക്ക് വേണ്ടി ദോശ ചുടുന്നു, എനിക്ക് വേണ്ടി വീട് പണിയുന്നു, എനിക്ക് വേണ്ടി ഒക്കെ എനിക്ക് വേണ്ടി തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ, കേട്ടോളോ, തങ്ങളെ പ്രതി മരിക്കുകയും ഉയർത്തുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് മാതാവിന്റെ ഹൃദയത്തിലുള്ളത് പോലെയുള്ള സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാത്തത്? അതിന് കാരണമുണ്ട് സഹോദരൻ. പരിശുദ്ധ മറിയം ജീവിച്ചത് ശക്തനായ ദൈവം വലിയ കാര്യം എനിക്ക് ചെയ്തു തരും എന്ന് ഓർത്തു. ഞാൻ ആ കർത്താവിന്റെ ദാസിയാണ്, ഭർത്താവിന്റെ ദാസി അല്ല. ഔസേപ്പേട്ടന്റെ ദാസിയല്ല. ആരുടെ ദാസി എന്ന് പറയുന്നത്? ആര്? നിങ്ങളുടെ കാര്യമല്ലല്ലോ പറഞ്ഞത്, അല്ല മാധവന്റെ കാര്യം. ഞാൻ കർത്താവിന്റെ ദാസി. അപ്പോഴാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ ശക്തി പണിവേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ മറിയത്തിന്റെ ഈ ജനന തിരുനാളിൽ ഓർമ്മാചരിക്കുമ്പോ വെറുതെ കുറെ ചടങ്ങുകളും പ്രസംഗങ്ങളും കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. മാതാവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോ മാതാവിന്റെ ഹൃദയം എന്റെ രക്ഷകനായ ദൈവത്തെ ഓർത്ത് ആനന്ദിക്കുന്നു. എത്രമാത്രം ദുഃഖങ്ങളുടെ നടുവിലൂടെ നടന്നുപോയിട്ടും മാതാവിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തെ ഓർത്ത് ആനന്ദിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ എന്തോർത്തിട്ട് ആനന്ദിക്കണേ? ആരെ ഓർത്തിട്ട് നമ്മൾ ആനന്ദിക്കണേ? നിങ്ങൾ ആലോചിക്കും വെറുതെ. ആരെ ഓർക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം? ആരെ ഓർക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് സന്തോഷം? ആരെ ഓർക്കുമ്പോ നിങ്ങൾക്ക് സന്തോഷം? നിങ്ങളുടെ കുട്ടീനെ ഓർക്കുമ്പോ, നിങ്ങളുടെ അമ്മേനെ ഓർക്കുമ്പോ, നിങ്ങളുടെ ഭർത്താവിനെ ഓർക്കുമ്പോ, ഭാര്യയെ ഓർക്കുമ്പോ, ആരെ ഓർക്കുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം? ഓർക്കണേ എന്ന് ചോദിച്ചു. ആരാ ചോദിച്ചേ ഓർക്കണേന്ന്? കുരിശിലെടുക്കണേ തൊട്ടടുത്ത ആൾ ചോദിച്ചു. എന്തത് ചോദിച്ചേ? പറ. നിന്റെ രാജ്യത്തിൽ എന്നെ ഒന്ന് ഓർക്കണേ. കർത്താവിനെ അങ്ങനെ ഓർക്കണം. പ്രശ്നമില്ല, ഓർക്കില്ല.
മറ്റെന്ത് പറഞ്ഞറിയോ? നിന്നെ ഞാൻ എന്നിട്ട് എടുക്കുക. എവിടേക്ക്? നിന്നെ ഞാൻ എടുക്കുക. നീ എന്റെ കൂടെ പോരണ്ട. പൂ ചോദിക്കുമ്പോൾ പൂന്തോട്ടം. സഹോദരങ്ങളെ, ഈ സത്യങ്ങളൊക്കെ ഹൃദയത്തിലിടുന്ന രാത്രി മരിക്കാൻ പോണ നേരത്ത് നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചു നോക്കിയാൽ ഇന്നുണ്ടാക്കുക മനുഷ്യൻ മര്യാദയ്ക്ക് സമാധാനമായിട്ട് മരിക്കണ്ടെന്നല്ല പറയാ. പ്രാണൻ പോണ നേരത്ത് പോലും കൊടും പാപിയായ ആ മനുഷ്യന്റെ ചങ്കിൽ വന്ന അപേക്ഷ, ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരുന്നത്? എന്നെ ഒന്ന് നോക്കണം നിന്റെ രാജ്യത്തിൽ. ഇതുപോലെ ആരുണ്ട് പ്രിയപ്പെട്ടെ നമ്മൾ സ്നേഹിക്കുക? നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ സ്നേഹിക്കണോ? നിന്നെ ഞാൻ കൊണ്ടുപോടാ ഇന്ന്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചു, ആ ബോഡി ഇവിടെ കിടക്കണ്ടായിരുന്നില്ലേ? കുരിശുമേൻ ബോഡി പോയോ? ഇല്ലല്ലോ. എന്നിട്ട് കൊണ്ടുവരേ. അതാണ് കർത്താവ് വന്നത്. ഇതിന്റെ ഉള്ളിലുണ്ട് പ്രിയമുള്ളവര്. ഇത് വെറും ഞാൻ ഇത് പുഴുക്ക്, ഈ വയറ്റിനെല്ലാം പുറത്തുഴുക്കുന്നുണ്ട്. ഇപ്പഞ്ഞുണ്ട്. നമ്മൾ വയറ്റിക്ക് വായകളുടെ സാധനമല്ല, അത് തിന്നാൻ റെഡിയായിട്ട് ആൾക്കാരോട് ഇരിക്കുന്നത്. അതിന് തീറ്റ കിട്ടാണ്ടാവുമ്പോൾ നമുക്ക് വിശപ്പ് വരുന്നത്. തായോ 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 വേണമോ? അപ്പോ ചോദിക്കുമ്പോ എന്തുണ്ടാവും? നമ്മൾ കുറെ ഇട്ട് കൊടുക്കും. അപ്പൊ ആ പുഴുക്കളൊക്കെ അത് തിന്നിട്ട് വേസ്റ്റ് കളയും. അതിൽ നിന്ന് വയറ്റിൽ പുഴുക്കളുണ്ട്. അതിന്റെ ഗ്രഹിക്കൊക്കെ ചില മരുന്ന് കൊടുക്കുമ്പോ കുറെ പുഴു പുറത്ത് പോകുന്നത്. കണ്ടമാനം പുഴുവായാലും തീറ്റ കണ്ടമാനം വരും. ഈ വയറിൽ തൊലിയൊക്കെ വെച്ച് ഇങ്ങനെ ആക്കി വെച്ച കാരണം നല്ല ഭംഗിയിരിക്കണേ. ഈ തൊലിയൊക്കെ കളഞ്ഞ ഒരു ഭംഗി കളഞ്ഞ് മൂക്കും കണ്ണും ചെയ്തൊക്കെ കറക്റ്റാക്കി വെച്ച് നല്ല തൊലിയൊക്കെ വെച്ചിട്ട് മുടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ബൊമ്മയിലാക്കില്ലേ? ഇല്ല, ശരി. ഇതിന്റെ ഉള്ളില് ദൈവത്തിന്റെ ആത്മാവുണ്ട്. ആ നല്ല കളർ എങ്ങനെ കൊണ്ടുപോയി ആ ശരീരം കുരിശിൽ കിടക്കണ്ടായിരുന്നല്ലോ. ഇപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ശരീരമല്ല നമ്മൾ. ഈ ശരീരം ഒന്നും ഉപകരിക്കുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ നീ എന്ത് അതുകൊണ്ട് നേടിയെടുക്കും? പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 16:26 ലോകം മുഴുവൻ നേടി, ലോകത്തിൽ എല്ലാവരുടെയും സ്നേഹം നിനക്ക് കിട്ടി. നിന്റെ ഭർത്താവിന് പൊരിഞ്ഞ സ്നേഹം നിന്നുള്ളൂ, മക്കൾക്ക് അതിനേക്കാൾ സ്നേഹം, നാട്ടുകാർക്ക് ഭയങ്കര സ്നേഹം. ഈ സിനിമ നടി ആൾക്കാർ കൂടുന്നു, ഹോ ഹോ പറയുന്നു. ലോകം മുഴുവൻ നീ നേടി. അവള് പറയുന്നത് കേട്ട നിറച്ച ആൾക്കാരെ കൂടെ. ഞാനിപ്പോ അടുത്ത കേട്ടത് സിൽക്ക് സ്മിത കടിച്ചൊരു ആപ്പിള് 10 ലക്ഷത്തിന് അലർജി ചെയ്തു. നമ്മൾക്ക് എന്തോ ആപ്പിൾ കടിച്ചിട്ട് അതൊക്കെ ഒരു 2 ലക്ഷം വെച്ച് കിട്ടിയെങ്കിൽ നമുക്ക് ജീവിച്ചു പോകും. അവള് കടിച്ചൊരു ആപ്പിളിന് 10 ലക്ഷം രൂപ വന്നു. സിൽക്ക് സ്മിത അവിടെ എങ്ങനെ ജീവിതം അവസാനിപ്പിച്ചതറിയോ? അവളുടെ സിൽക്കിൽ തൂങ്ങിയിട്ടാണ് അവൾ മരിച്ചത്. അവള് ഉടുപ്പ് എഴുതി വെച്ചിട്ട് മരിച്ചത്. അതെന്താ പറയുക? ഇവിടെ കേട്ടോ, ഈ ലോകവും ലോകത്തിന്റെ മോഹങ്ങൾക്കും നമുക്ക് അത് വേണം, ഇത് വേണം, ആ സുഖം ഈ സുഖം ഒക്കെ കിട്ടട്ടെ. ഇപ്പൊ അത് സുലഭമായിട്ടില്ല. മയക്കുമരുന്ന് കൂടെ പറഞ്ഞു കറങ്ങി കിളിപോയിട്ട് നടക്കണം. അങ്ങനെ കിളിപോയ ഈ സിൽക്ക് സ്മിത എന്താ എഴുതി വെച്ചെന്നറിയോ? കേട്ടോ, എന്നെ ഈ ലോകത്ത് ആരും സ്നേഹിച്ചിട്ടില്ല. നോണയല്ലേ അവള് പറഞ്ഞത്. അവളെ കാണാൻ എന്തോരം പേര് കാണാനോ വന്നിരുന്നെ. അവൾക്കറിയാം എന്നെ കാണാൻ വരുന്നവര് എന്നെ സ്നേഹിക്കുന്നവരല്ല. അവൾക്കറിയാമായിരുന്നു എന്നെ കാണാൻ വരുന്നവരൊക്കെ എന്നെ സ്നേഹിക്കുന്നവരല്ല. അവരുടെ ലക്ഷ്യം വേറെയാണ്. പ്രിയ സഹോദര സഹോദരി, ഓർത്തോ, നിന്നെ കാണുന്നവരും നിന്നെ കാണുന്നവരും അവരുടെ ലക്ഷ്യം വേറെയാണ്. നിന്റെ ഭർത്താവായാലും ഭാര്യയായാലും മക്കളായാലും അവരുടെ ഉള്ളിൽ ദൈവസ്നേഹമില്ലെങ്കിൽ അവളുടെ ലക്ഷ്യം അമ്മേനെ കാണാൻ വരുമ്പോള് എന്തിനാ കഴുത്തിലൊരു മഞ്ഞ കളറുള്ള ഒരു സാധനം കിടക്കുന്നുണ്ട്, അമ്മേനെ പൊന്നുപോലെ നോക്കും എന്ന് നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താ
ദൈവത്തെ അറിയാതെ ഈ ലോകത്തിൽ ഒരു മനുഷ്യന്റെ സ്നേഹത്തിന് വേണ്ടി യാത്ര കഴിക്കുക, വിഷം കലക്കി കൊടുക്കുക, ഒരു ലോകം നമ്മൾ ഈ ആളുകൾ കേൾക്കുമ്പോൾ എല്ലാവരും ഇതൊക്കെ ഇങ്ങനെ കേൾക്കും. ചെവി സ്വർഗത്തിലെത്തും. ചെവി എന്തായാലും സ്വർഗത്തിലെത്തും. കാരണം കേട്ട് കേട്ട് പണ്ടമാല കണ്ടുള്ളത്. അതിനാൽ പ്രിയമുള്ളത്, മത്തായി സുവിശേഷത്തിൽ 14:26 ഒത്തിരി ലോകം മുഴുവൻ നമ്മൾ നേടിയെടുത്തു, എന്നാൽ നിന്റെ ആത്മാവ്, നിന്റെ മനസ്സ് സന്തോഷിക്കുന്നില്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്നുണ്ടോ? ശരീരമല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്, നമ്മുടെ ഹൃദയം. നമ്മുടെ ഹൃദയം സന്തോഷിക്കണം. അതല്ലേ ശിഷ്യന്മാരെ യേശു മരിച്ചു പോയപ്പോ ആകെ തളർന്നു പോയി, എല്ലാം പോയല്ലോ എന്ന് ഓർത്തിട്ട് എമ്മാവൂസിലേക്ക് പോകുമ്പോ യേശു വഴിയിൽ കൊണ്ട് എന്താ പ്രശ്നം? ഞങ്ങൾ വലിയ പ്രതീക്ഷിക്കേണ്ടത് അഞ്ചപ്പയ്യായിരം വീഞ്ഞ് വെള്ളം എന്ത് രസായിരുന്നു, എന്ത് രസായിരുന്നു ഒക്കെ പോയില്ലേ, എല്ലാം പോയില്ലേ. എന്നിട്ട് അപ്പൊ പറഞ്ഞിരുന്നില്ലേ മരിച്ചത് 3-ാം ഉയർത്തേക്ക്? അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെ കണ്ടു ഇവനെ കണ്ടുകൊണ്ട് കാര്യമുള്ള കാര്യമില്ല. ഞങ്ങളുടെ മൗസില മൈലി ലീവ് വേണം. മോശന്മാരെ
വലിയ എന്നിട്ട് അവൻ ചെന്നു പാളത്തിന്റെ അവിടെ ട്രെയിൻ വരുന്നുണ്ട്. സൃഷ്ടാവായ ദൈവത്തോടുള്ള സ്നേഹവും മരിക്കുമെന്നും സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണെന്നും ഇതൊന്നും ചിന്തയില്ലാതെ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഞാൻ സ്വർഗത്തിലേക്ക് അവസരം നടക്കണം. ഈ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നത് എന്താ ഒരു ധ്യാനം കൂടി കൊടുത്ത അത് ശരിയല്ല, രണ്ടെണ്ണം കൂടി അല്ല ഒരു ധ്യാനം കൂടി കൊടുത്ത ഒരു രണ്ടെണ്ണം തന്നെ പറഞ്ഞു എന്നാ എനിക്ക് അവിടെ കൊടുത്തത് ഇല്ല അതിന് മൂന്നാമത് ധ്യാനം. മൂന്നാമത് വരുന്നപ്പോ അച്ഛൻ കണ്ടോ ധ്യാനം കുടഞ്ഞു വെക്കരുത്, അതില്ല മൂന്നാമായി മനസ്സിലായില്ല. ഇനി സന്തോഷമായിട്ട് പോയിട്ട് ചെയ്യും. പുറമിൽ ഞാൻ ധ്യാനം കൂടാൻ ചോദിച്ചു വെക്കണം. ഇത് നന്നായിട്ട് കൊണ്ട് ഇരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനിവിടെ മാത്രം ചോദിക്കണം, വേറെ ചോദിച്ചു അച്ഛൻ ഞാൻ എന്നാലും ഇവിടെ കൂടട്ടെ, ഇവിടെ ധ്യാനം കൂടട്ടെ. അങ്ങനെ അവനവിടെ കൂട്ടി. അങ്ങനെ ആ അടുക്കളയിൽ വലിയ വട്ടയ്ക്ക് അവിടെ ചോറ് കഴിക്കുന്നത് അതിങ്ങനെ കഴിയുകൊണ്ടിരിക്കുക. വട്ട അപ്പൊ അച്ഛോ ഞാൻ ബോംബെയിലെ കറങ്ങണ കസേരത് ഹലോ ഇങ്ങനെ കറങ്ങിയിരുന്നത് ഇത് ഇങ്ങനെ കറക്കലായിരിക്കും വട്ട. പിന്നെ അവിടെ അച്ഛൻ വായിച്ചോ തന്നെ കൊണ്ടുപോയിരുന്നല്ലോ വലിയ ഉള്ളി. ആ ഉള്ളിയുടെ ചുറ്റും ഈ പാടത്ത് പരമ്പത്ത് പൊക്കിയിരിക്കണമല്ലോ ഒരു പാത്രം വെച്ചിട്ട് ഉള്ളോടെ ഉണ്ടാക്കിയിട്ടില്ല. ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരെ ചോദിച്ചു എന്തൊരു സന്തോഷം പറയാ. ഒക്കെ പാടത്ത് പരമ്പത്ത് പൊക്കിയിരിക്കണ പോലെ വലിയ ഉള്ളിയുടെ ചുറ്റിട്ട് പരിപ്പട പരിപ്പട ഉള്ളിവിടെ ഉള്ളിവിടെ അവിടെ കഴിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷിച്ചു. ജീവിതത്തിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എവിടെ കാശ് നടക്കണം, സ്വന്തം നടക്കണം, സുഖിക്കണം. ഇപ്പോ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് മനസ്സിലായി. ജീവിതത്തിന് എന്തിനാണ് ജീവിക്കണമെന്ന് മനസ്സിലായി. എന്ത് സമ്പാദിക്കണം മനസ്സിലായി. സ്നേഹം എന്നതൊന്നും ഞങ്ങൾ അനുഭവിക്കുന്നില്ല. ചോദിച്ചു പലരും ഞങ്ങളെ സ്നേഹിച്ച് ചാവച്ച് തുപ്പാണ്. എത്ര കുടുംബങ്ങളിലെ ഭാര്യമാരെ സ്നേഹിച്ച് ചാവച്ച് തുപ്പണം, ഭർത്താക്കന്മാരെ വഞ്ചിച്ച് തുപ്പണം, എത്ര മക്കൾ മാതാപിതാക്കൾ തുപ്പണം. സ്നേഹിച്ച് ആവശ്യം കഴിയുമ്പോൾ തോൽക്ക് പഠിച്ചറിയുന്നു. അതാണ് ലോകത്തിന്റെ സ്നേഹം. പരിശുദ്ധ മറിയത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ദൈവത്തിന്റെ സ്നേഹം. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ഇത് കഴിയുമ്പോൾ ചോറ് ഉണ്ടാവില്ല. ചോറിന്റെ പേരിൽ സ്നേഹം കിട്ടില്ല. ചോറ് ഭക്ഷണം നല്ലോണം കഴിക്കുക, നല്ല വസ്ത്രം ഉണ്ടാകുക, നല്ല പാത്രം ഉണ്ടാവില്ല. ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം ഉൾക്കൊള്ളുന്ന നല്ല കുടുംബങ്ങളെ തീരട്ടെ. പരിശുദ്ധ അമ്മയുടെ കുടുംബം കൊണ്ട് തിരുക്കുടുംബം കൊണ്ട് ഉള്ളതുകൊണ്ട് സംതൃപ്തി, അത്യാഗ്രഹങ്ങളും ഇല്ലാതെ, ആരോടും അസൂയയില്ലാതെ, ആരോടും പ്രതികാരങ്ങളില്ലാതെ ജീവിതത്തിൽ ദൈവമാണ് എല്ലാം തന്നെന്നുള്ള ബോധത്തോടുകൂടെ മരിക്കുമെന്നും ഒരിക്കൽ സ്വർഗത്തിൽ ഈ അമ്മയുടെ പക്കൽ എത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ചിന്തിക്കാം.
നമുക്കൊക്കെ കഴിയട്ടെ. എന്നോട് വരാനും നമ്മളോട് കൂടെ ആയിരിക്കാനും സാധിച്ചതിന്റെ സന്തോഷം. ജീവിതത്തിലൊരിക്കലും നിരാശപ്പെടാതിരിക്കുക. കാരണം പാപികളെ തേടിയിട്ടുള്ളത് നീതിമാന്മാരെ തേടിയിട്ടും പുണ്യാളന്മാരെ തേടിയിട്ടും കർത്താവ് വന്നിട്ടില്ല. നല്ല മനുഷ്യരെ തേടി വന്നവരല്ല, പാപികളെ തേടിയിട്ടു. പാപികൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചതാണ്. നമ്മൾ പാപികളാണെങ്കിൽ നാം അവിടുത്തെ സ്വന്തമാണ്. കണ്ണുകളടയ്ക്കാൻ ഒരു നിമിഷം നമുക്ക്